പൗരോഹിത്യ രജത ജൂബിലിയേറിയൻ മനുഷ്യസ്നേഹി റവറന്റ് ഫാദർ ജോബി കോഴിക്കോട് CMIക്ക് കൂനമാവ് പൗരാവലി ആദരവ് നൽകുന്നു. കൃതികളിലൊന്നായ കാർൽസ്മാൻ എന്ന ചരിത്ര സംഗീത ചവിട്ട് നാടകത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. അനുഗ്രഹിച്ചാൽ ഞങ്ങൾ ആരംഭിക്കട്ടെ. പ്രാർത്ഥനയില്ലാത്ത ദിനം അനുഗ്രഹമില്ലാത്ത ദിനം പോലെയും പ്രാർത്ഥനയില്ലാത്ത ജീവിതം ശക്തിയില്ലാത്ത ജീവിതം പോലെയുമാണ്. നമ്മുടെ ഇന്നത്തെ ആഘോഷ പരിപാടികൾ ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളെയും നയിക്കുന്ന ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി കുമാരി വിൽന വിജു പള്ളിപ്പറമ്പിലിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. െ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും ദിനമാണ്. റവറന്റ് ഫാദർ ജോബി കോഴിക്കോട് CMI അദ്ദേഹത്തിന്റെ പൗരോഹിത്യത്തിന്റെ രജത ജൂബിലിയായി പ്രാർത്ഥനാപൂർവം ആഘോഷിക്കുകയാണ്. ആ ആഘോഷത്തിൽ ഈ നാടും ഒത്തുചേരുകയാണ്. കഴിഞ്ഞ 25 വർഷങ്ങളായി ഈ കൂനമാവിൽ ഒരു സാധാരണ വൈദികനായി ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജാതി മതവർഗത്തിനൊക്കെ അതീതമായി മനുഷ്യസ്നേഹം ഉയർത്തിപ്പിടിച്ച അതുല്യമായ വ്യക്തിത്വത്തിനുടമയാണ് നമ്മുടെ ജോബി അച്ഛൻ. ജാതി മതവർഗഭേദമന്യേ പാവപ്പെട്ടവരുടെ ആശ്രയമായി കാരുണ്യത്തിന്റെ സാന്ത്വന സ്പർശമായ മനുഷ്യസ്നേഹി റവറന്റ് ഫാദർ ജോബി കോഴിക്കോട് CMIക്ക് പ്രാർത്ഥനകൾ നേർന്നുകൊണ്ട് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന
എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ അനുഗ്രഹ പ്രഭാഷണം. രാഷ്ട്രീയ കേരളത്തിലെ ജനനായകൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ അവരുകളെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്കെല്ലാം പ്രിയങ്കരനായ ഫാദർ ജോബി കോഴിക്കോട് CMIയുടെ ഈ പൗരോഹിത്യ രജത ജൂബിലി ആഘോഷങ്ങൾ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായി പങ്കുവയ്ക്കുന്നു. അദ്ദേഹം കൂനമ്മാവിൽ വന്നിട്ട് 4 നൂറ്റാണ്ട് കാലമായി. എനിക്ക് അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തിനും 4 നൂറ്റാണ്ടിൻ്റെ പഴക്കവും ഒരുപാട് കാര്യങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞ, ഒരുപാട് കാര്യങ്ങളിൽ വഴികാട്ടിയായി നിന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. സ്നേഹപൂർവമായ ആവേശകരമായ ഓർമ്മകളാണ് ഞങ്ങൾ ഒരുമിച്ച് നടത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും. വ്യക്തിപരമായി വലിയൊരു ഹൃദയബന്ധം, ഒരു പോറൽ പോലും ഏൽക്കാതെ 4 നൂറ്റാണ്ട് കാലം അദ്ദേഹവുമായി ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാര്യമാണ്. എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ എപ്പോഴും ഒരു സാക്ഷിയായി ഏതെങ്കിലും ഒരു മൂലയിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അദ്ദേഹം നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും കൂടെയുണ്ടാകുമായിരുന്നു. യഥാർത്ഥത്തിൽ വിസ്മയമുളവാക്കിയിട്ടുള്ളൊരു വ്യക്തിയാണ് ജോബി അച്ഛൻ എന്ന് പറയാതിരിക്കാൻ വയ്യ. 24/7 24 മണിക്കൂറും ഏത് സമയത്തും കർമ്മനിരതനായിരിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര. ഏത് പാതിരയ്ക്ക് വിളിച്ചാലും എപ്പോൾ കണ്ടാലും അദ്ദേഹം വളരെ പ്ലസൻ്റാണ്. ഏത് കാര്യങ്ങൾ ചെയ്യാനും, ഏത് കാര്യം ഏറ്റെടുക്കാനും, ഏത് പുതിയ വെല്ലുവിളികളെ ഏറ്റെടുക്കാനും അദ്ദേഹം തയ്യാറാണ്. എന്നാൽ ഒരാവേശവും കാണിക്കാതെ തികഞ്ഞ സൗമ്യതയോടുകൂടി വിനയാന്വിതനായി തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തിയാക്കുക എന്നുള്ള ആ മഹത് കർമ്മത്തിൽ അദ്ദേഹം പൂർണ്ണമായി കർമ്മനിരതനായി മാറുന്ന കാഴ്ച ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു സ്കൂൾ വരുമ്പോൾ, ചവറ സ്കൂൾ വരുമ്പോൾ അതിൻ്റെ തുടക്കം മുതൽ എനിക്കറിയാം എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ CMI സ്കൂൾ വരുന്നത്. വളരെ പ്രധാനം, ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് പ്രതിസന്ധികളും നിറഞ്ഞ സമയത്താണ് ആ സ്കൂൾ ഒരു വലിയ യാഥാർത്ഥ്യമാക്കി. കൂനമ്മാവിൽ ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ പാദസ്പർശമേറ്റ ഈ പുണ്യഭൂമിയിൽ തലയെടുപ്പോടുകൂടി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നിലനിൽക്കുന്നതിൻ്റെ പിന്നിലെ പ്രേരക ശക്തിയും അതിൻ്റെ പിന്നിൽ പൂർണ്ണമായി ആത്മാർപ്പണം ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയായിരുന്നു അച്ഛൻ. ഇവിടുത്തെ ITയുടെ കാര്യത്തിലാണെങ്കിലും, സ്പെഷ്യൽ സ്കൂളിൻ്റെ കാര്യത്തിലാണെങ്കിലും, മഠത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഇവിടെ നടക്കുന്ന എല്ലാ ആഘോഷങ്ങളുടെയും കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ 2018 മഹാദുരന്തമുണ്ടായ കാലഘട്ടത്തിലും പിന്നീട് കോവിഡ് മഹാമാരി ഉണ്ടായ കാലഘട്ടത്തിലും എല്ലാം അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ അദ്ദേഹം ഒരു പരിപാടി നടത്തുമ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കാനൊക്കെ എത്രയോ പ്രാവശ്യം, എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രാവശ്യം ഓടിയെത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് എന്ന് ഞാൻ ഓർക്കുന്നു. ഈ സ്പെഷ്യൽ സ്കൂളിലെ കുഞ്ഞുങ്ങളെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട്, അവരെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ കണ്ടുകൊണ്ട് അവരോട് കാണിച്ചിട്ടുള്ള കാരുണ്യവും സ്നേഹവും, ഓരോ കാര്യങ്ങൾക്ക് ബന്ധപ്പെടുന്നതോടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോട്, അവരുടെ അധ്യാപകരോടൊക്കെയുള്ള ബന്ധം, യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ കൂനമ്മാവ് ഞാൻ എപ്പോഴും വളരെ സന്തോഷത്തോടു കൂടി പറയാറുള്ളത് പോലെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ പോയിൻ്റാണ്. ചവറയച്ഛൻ്റെ ആ മുഴുവൻ പുണ്യവും പകർന്നു കിട്ടിയിട്ടുള്ള ഭൂമിയാണ് കൂനമ്മാവ്. എത്ര ആയിരം വിദ്യാർത്ഥികളാണ് ഒരു ദിവസം രാവിലെ ഇവിടെ വന്ന് വൈകുന്നേരമാകുമ്പോൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത്. എത്രയോ അധ്യാപകരാണ് ഇവിടെ വന്നു മടങ്ങിപ്പോകുന്നത്. അപ്പോൾ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം
സമഗ്രമായ പ്രൊഫഷണലായ നേതൃത്വം മറ്റ് വൈദിക ശ്രേഷ്ഠരോടൊപ്പം സഹപ്രവർത്തകരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമ്മുടെ ഇരുട്ട് നിറഞ്ഞ അന്ധകാരം നിറഞ്ഞ കാലഘട്ടത്തിലേക്ക് വെളിച്ചമായി കടന്നു വരുന്നതാണ് വിദ്യാഭ്യാസം. ഒരുപാട് തലമുറയെ അജ്ഞതയുടെ ഇരുട്ടിൽ നിന്നും അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ കഴിയുക എന്നത് ഏറ്റവും വലിയ കാര്യമാണ്. ഞാൻ ഈ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്നുറക്കെ പ്രഖ്യാപിച്ച ക്രിസ്തുനാഥൻ്റെ ആ ക്രൈസ്തവ ദർശനങ്ങളെ ഹൃദയത്തിലേറ്റിക്കൊണ്ടാണ് അച്ഛൻ ഈ 4 നൂറ്റാണ്ട് കാലം ഇവിടെ പ്രവർത്തിച്ചത് എന്ന് ഞാൻ പ്രത്യേകമായി പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. സ്നേഹം മാത്രം, സ്നേഹവും കാരുണ്യവും അർപ്പണബോധവും എല്ലാവരെയും ചേർത്ത് നിർത്താനും ഔത്സുക്യം കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിനെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, ഈ നാടിന് മുഴുവൻ വേണ്ടി എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. എല്ലാ രജത ജൂബിലി ആശംസകളും എനിക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കൂടി അദ്ദേഹത്തിന് നേരുന്നു. എനിക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. എനിക്ക് അവരെല്ലാം വ്യക്തിപരമായി നേരിട്ട് അറിയാവുന്ന ആളുകളാണ്. നാട്ടിൽ പോകുമ്പോൾ ഞാൻ അവരെയൊക്കെ കാണുന്ന ആളുകളാണ്. അവരോടും ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ വന്നതിന് ഞാൻ പ്രത്യേകമായി അവർക്ക് വേണ്ടി കൂടി സ്വാഗതം ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. എന്തായാലും കൂനമ്മാവിലെ ഒരു ക്രോസ് സെക്ഷൻ മുഴുവൻ, ഒരു പരിച്ഛേദം മുഴുവൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ രജത ജൂബിലി ആഘോഷ പരിപാടിയോടനുബന്ധിച്ച് ഒരു വീട് കൂടി, ഭവനരഹിതരായ ഒരാൾക്കൊരു വീട് കൂടി നൽകുന്നുണ്ട് എന്നത് സന്തോഷകരമായ കാര്യമാണ്. ഈ ആഘോഷ വേളകളിലെല്ലാം സന്തോഷത്തോടു കൂടി പങ്കുചേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഫാദർ ജോബി കോഴിക്കോട് CMIയുടെ രജത ജൂബിലി ആഘോഷ, പൗരോഹിത്യ രജത ജൂബിലി ആഘോഷങ്ങൾ ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി റെവറൻഡ് ഫാദർ ജോബി കോഴിക്കോട് CMI രജത ജൂബിലി സ്മരണാർത്ഥം സ്നേഹഭവനം നിർമ്മിക്കപ്പെടാൻ പോകുന്നു. ഭവനം ആന്റണി ചുവക്കാരൻ, വിജി ആന്റണിയുടെ 7 മക്കളടങ്ങുന്ന ഫാമിലിക്ക് കൈമാറുകയാണ്. സ്നേഹഭവനം രൂപകൽപ്പന ഈ ഫാമിലിക്ക് കൈമാറുന്നതിനായി ശ്രീ അഡ്വക്കേറ്റ് BD സതീഷിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഫാദർ ജോബി കോഴിക്കോട്ട് CMIയിൽ കോഴിക്കോടിന് ഇപ്പോൾ ഒരു പ്രസക്തി ഇല്ല. കൂനമ്മാവ് എന്ന് പറയുന്നതായിരിക്കും കുറെ കൂടി ഉചിതം. കാരണം അദ്ദേഹം ഇപ്പോൾ ഈ നാട്ടുകാരനായി, പിന്നെ ഇത് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് പേരിൻ്റെ കൂടെ ഇങ്ങനെ പേറി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹവുമായി ദീർഘകാലത്തെ അടുപ്പം എനിക്കുണ്ട്. ഞാൻ MP ആയിരുന്ന കാലം മുതൽ അദ്ദേഹവുമായി പരിചയമുണ്ട്, എല്ലാ നല്ല കാര്യങ്ങൾക്കും. അപ്പം അന്ന് ആതുര ശുശ്രൂഷ ഇങ്ങനെ മേഖലകളിലൊക്കെ ഞാനും കുറേ കാര്യമായി ഇടപെടുന്ന കാലമായിരുന്നു. അതുപോലെ അദ്ദേഹം ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണ് ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പം അന്ന് മുതൽ ഇന്ന് വരെ നല്ല അടുപ്പമാണ് അദ്ദേഹവുമായിട്ടുള്ളത്. പക്ഷെ തറവാട് കണ്ണൂരല്ലേ അല്ലേ? അപ്പോൾ ഈ കോഴിക്കോട് ഇങ്ങനെ വീട്ടുപേരാണ്. അപ്പോൾ അതാണ് ഞാൻ വെച്ചിന് മറ്റേ കോഴിക്കോടാന്ന് വെച്ചാൽ കണ്ണൂരാണെന്ന് എൻ്റെ ഒരു ഓർമ്മ. എന്നാലും കുഴപ്പമില്ല, കൂനമ്മാവ് തന്നെ വരുന്നതാണ് കുറച്ചുകൂടി നല്ലത്. വീട്ടുപേര് മാറ്റണ്ട, കോഴിക്കോട്ട് കൂനമ്മാവ് അല്ലേ? അപ്പോൾ അദ്ദേഹം ഈ നാടിൻ്റെ ഒരു പൊതുഭാഗമായി മാറി എന്നുള്ളതാണ് ഈ ജനകീയമായ ഈ പൗരാവലിയുടെ ആദരവിൽ പ്രകടിതമാകുന്നത്. എല്ലാ ജാതി മത ചിന്തകൾക്കും അതീതമായി ഈ നാടിൻ്റെ മുഴുവൻ സ്നേഹവും പിടിച്ചുപറ്റാൻ സ്വന്തം പ്രവൃത്തി കൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. നിസ്വ വിഭാഗങ്ങൾക്ക് വേണ്ടി, ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി, ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, അവരെല്ലാം ചേർത്ത് പിടിച്ച് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് കുറെ കൂടി കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പൗരാവലിയുടെ സ്വീകരണം സഹായകരമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജൂബിലി സ്മാരകമായി ഒരു വീട് നൽകുകയാണ്.
അതും കൊങ്ങോർപ്പള്ളിയിലാണ് നൽകുന്നതിൽ പ്രത്യേകമുള്ള സന്തോഷവും നന്ദിയും കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ മണ്ഡലം കൂടിയാണല്ലോ. അതാണ് ഇവിടെയും ജൂബിലി സ്മാരകമായി മറ്റൊന്നും ആലോചിക്കാതെ ഒരു വീട്, അതാണ് ഇപ്പോൾ അദ്ദേഹം ഈ പൗരാവലി സ്വീകരണത്തിൻ്റെ ഭാഗമായി വരുന്നത്. അതിലും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അച്ഛൻ്റെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ഇനിയും സമൂഹത്തിന് പ്രകാശം പരത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഏറെ സന്തോഷത്തോടുകൂടിയും അഭിമാനത്തോടുകൂടിയുമാണ് നമ്മളെല്ലാവരും സ്നേഹ ആദരവുകൾ നൽകുന്ന ജോബി അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ 1/4 നൂറ്റാണ്ട് പിന്നിടുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത്. ഒരു പുരോഹിതൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തകനുമായി യാതൊരു വ്യത്യാസവുമില്ലാത്ത ഒന്നാണ്. അത് പൊതുരംഗവുമായി ബന്ധപ്പെട്ട് അത് ആത്മീയ ചൈതന്യം പകരുന്ന ഒന്നാണെങ്കിൽ, ജോബി അച്ഛനെ പോലുള്ള ആളുകൾ ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്താൽ, ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ രാപ്പകൽ വ്യത്യാസമില്ലാതെ ആ സ്ഥാപനങ്ങളും ആ സമൂഹത്തിനും വേണ്ടി നിരന്തരമായി ഇടപെടുന്ന കാഴ്ച ഒരുപാട് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. പലപ്പോഴും ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ മാത്രമല്ല, മറിച്ച് ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ വിശ്വാസവും നേടിയെടുക്കുന്ന ഒരു പ്രക്രിയയിലാണ് ഇത്തരം വൈദിക ശ്രേഷ്ഠർ ഇടപെടാറുള്ളത്. പാലായിൽ കുടുംബ സമേതമുണ്ടായിരുന്ന ജോബി അച്ഛൻ കാസർഗോഡും തുടർന്ന് പഠനത്തിന് കേരളത്തിൻ്റെ കളമശ്ശേരി അടക്കമുള്ള സ്ഥലങ്ങളിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും പൂനെയിലും പോലുള്ള സ്ഥലങ്ങളിലുമെല്ലാം പോയി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ ജീവിച്ചു തീർത്തതിൻ്റെ പകുതി ഭാഗവും വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ് ചെയ്തത്. ആ വിദ്യാഭ്യാസത്തിന് ശേഷമുള്ള 1/4 നൂറ്റാണ്ടാണ് നമ്മുടെ വലിയ ഒരു ഭാഗ്യമെന്ന് പറയാൻ കഴിയുന്ന വണ്ണം കൂനമ്മാവ് കേന്ദ്രീകരിച്ചു. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തന്നെ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ ആശയം, പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന വലിയ ആശയം യാഥാർത്ഥ്യമാകുമ്പോൾ അവിടെ ഉന്നത വിദ്യാഭ്യാസത്തിനും വലിയ പ്രാധാന്യമുണ്ട് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ പുരോഹിതനായിട്ടുള്ള 1/4 നൂറ്റാണ്ടും കൂനമ്മാവിന് വേണ്ടി സംഭാവന ചെയ്തു. അതിൽ CMI സഭയും വലിയ ഉത്തരവാദിത്തങ്ങളും വിശ്വാസവുമാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചത്. സാധാരണ ഒരു വൈദികൻ പല ഉത്തരവാദിത്തങ്ങളിൽ ഓരോ കാലഘട്ടങ്ങളിൽ ഏർപ്പെടാറുണ്ട് എങ്കിൽ അദ്ദേഹം തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാൻ വേണ്ടി ഇവിടുത്തെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ രക്ഷാധികാരിയും തുടക്കം കുറിക്കുന്നതും മേൽനോട്ടം വഹിക്കുന്നതുമായിട്ടുള്ള ശ്രീ ജോബി കോഴിക്കോട്ട് അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള സ്ഥാപനങ്ങൾ ഏറ്റവും വിനീത വിധേയനായി യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾ അതേപോലെ സ്വീകരിച്ച് അതുപോലെ തന്നെ പ്രാവർത്തികമാക്കാനും സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഒരു വിദ്യാഭ്യാസ മേഖലയിലെ ദീർഘവീക്ഷണമുള്ള ഒരു വൈദികൻ എന്നതിനപ്പുറമായി, ഒരു അക്കാഡമിഷ്യൻ എന്നതിനപ്പുറമായി അദ്ദേഹം സാധാരണ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നുള്ളത് കോവിഡിലെയും പ്രളയം ഏറ്റവും തീവ്രമായി തീക്ഷ്ണമായി ബാധിച്ച ഈ പ്രദേശത്തുകാർക്കും ഞാൻ പറയാതെ തന്നെ അറിയാം. ഒരു വൈദികൻ എന്നതിനപ്പുറമായി ജീവൻ രക്ഷിക്കാനും ക്യാമ്പുകളിൽ സാധനങ്ങൾ എത്തിക്കാനും റീബിൽഡിംഗ് പ്രോസസ്സിലുമെല്ലാം അച്ഛൻ്റെ വലിയ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട് എന്ന് നമ്മൾക്കെല്ലാം സന്തോഷത്തോടു കൂടി പറയാൻ സാധിക്കും. അങ്ങനെയുള്ള ജോബി അച്ഛൻ്റെ ഒരു പുരോഹിതൻ എന്നുള്ള രീതിയിൽ 1/4 നൂറ്റാണ്ട് മാത്രമാണ് എങ്കിലും ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഈ സമൂഹം ഷെയ്പ്പ് ചെയ്തെടുത്തതിൽ കുറേയധികം നാളുകൾ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസവും പരിചയസമ്പന്നതയും പുരോഹിതൻ എന്നുള്ള രീതിയിലുള്ള ഇടപെടലുമെല്ലാം ഈ നാടിനും നാട്ടുകാർക്കും
സമൂഹത്തിനും സമുദായത്തിനുമെല്ലാം ഗുണകരമായി മാറിയിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുക. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ പാദസ്പർശം പതിഞ്ഞ ഈ പുണ്യഭൂമി, ആ പുണ്യഭൂമിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ചിന്തകളും വിചാരങ്ങളും കൂടുതൽ തീക്ഷ്ണമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ, സമൂഹത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് ദൂരം അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ 4 നൂറ്റാണ്ട് പിന്നിടുന്ന രജത ജൂബിലി ആഘോഷിക്കുന്ന ജോബി അച്ഛന് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൂനമാവ് പൗരാവലി നടക്കുന്ന ഈ ആദരവ് ചടങ്ങിൽ എനിക്കും പങ്കെടുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട അച്ഛൻ, ഞാൻ മനസ്സിലാക്കുന്നത് അച്ഛനാണ് രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അതിൻ്റെ തുടക്കം മുതൽ അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ്. അതുകൂടാതെ ഇവിടെ ചാവറ ദർശൻ പബ്ലിക് സ്കൂളും അതോടൊപ്പം തന്നെ സെൻറ് ജോസഫ് ആശ്രമം ഉൾപ്പെടെ കഴിഞ്ഞ 25 വർഷക്കാലം ഇവിടുത്തെ കൂനമാവുകാരനായിട്ട് നിന്നുകൊണ്ട് ഇവിടുത്തെ അശരണരായിട്ടുള്ള ആളുകൾക്ക് കൈത്താങ്ങാവുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനവും ഏറെ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. നമുക്കറിയാം, ഒട്ടേറെ ആളുകളുണ്ട് നമുക്ക് സേവനം നടത്തുന്നു, നമ്മുടെ അച്ഛന്മാരായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒട്ടേറെ വ്യക്തിത്വങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ ചിലർ നമുക്ക് പ്രിയപ്പെട്ടവരാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രവൃത്തി ആ രീതിയിലാണ്. മറ്റുള്ളവർ സഹായിക്കുന്നില്ല എന്നല്ല, മറ്റുള്ള സമൂഹത്തിന് കൈത്താങ്ങാവാനൊക്കെ അവരിൽ ആവാവുന്ന രീതിയിലെല്ലാം അച്ഛന്മാരും അല്ലെങ്കിൽ മറ്റ് സംഘടനകളും ഒക്കെ നമ്മളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ നമുക്ക് വലിയ പിന്തുണ നൽകുന്നുണ്ട്. പക്ഷെ ചിലർ നമുക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കൂനമാവ് നിവാസികൾ അച്ഛന് ഇത്രയും വലിയൊരു സ്വീകരണം. എനിക്ക് ഈ സദസ്സ് കാണുമ്പോൾ തന്നെ അറിയാം അച്ഛനെ എത്രമാത്രമാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ അത്രമാത്രം നെഞ്ചിലേറ്റിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ജൂബിലി ആഘോഷമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന് നേതൃത്വം കൊടുത്ത മുഴുവൻ ആളുകളെയും ഇത് ഇത്തരത്തിൽ ഭംഗിയായി ഇവിടെ പ്രതിപക്ഷ നേതാവിനെയും ബഹുമാനപ്പെട്ട MP-യെയും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഇത് കോർത്തിണക്കിക്കൊണ്ട്, എന്നെ ഉൾപ്പെടെ കോർത്തിണക്കിക്കൊണ്ട് ഇത്ര മനോഹരമായ രീതിയിൽ വൈദിക ശ്രേഷ്ഠർ ഉൾപ്പെടെയുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത് ഈ ജൂബിലി ആഘോഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിപ്പം നമ്മളൊരു ആഘോഷം മാത്രമല്ല, അച്ഛൻ ഈ നാൾ വഴികൾ നടത്തിയിട്ടുള്ള സേവനങ്ങൾ അല്ലെങ്കിൽ അച്ഛൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് വിലമതിക്കുന്നതോടൊപ്പം തന്നെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അച്ഛന് ഇനിയും ദീർഘദൂരം വളരെ കാര്യക്ഷമതയോടുകൂടി തന്നെ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും അച്ഛൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും ഞാൻ ഈ അവസരത്തിൽ നേരുന്നു. സമാരാധരെ, നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥിയായ ജോബി അച്ഛൻ, സഹോദരി സഹോദരന്മാരെ, ശ്രീ യേശുദാസ് പറപ്പള്ളി, ഞാനൊരു സംബോധന പോലും ഒഴിവാക്കിയത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഈ പരിപാടിയിൽ വരാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ഡയറി നോക്കിയിട്ട് എങ്ങനെ നോക്കിയിട്ടും വരാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഒരു അച്ഛൻ എങ്ങനെയാണ് ഒരു സമൂഹത്തെ സ്വാധീനിക്കുന്നത് എന്നതിൻ്റെ ഒരു ലക്ഷണം എൻ്റെ വീട്ടിൽ അച്ഛനോട് വളരെ അഭേദ്യമായൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് എനിക്ക് വീട്ടിൽ പോകണമെങ്കിൽ അച്ഛനെ അടുത്ത് വന്ന് ഒരു ആശംസ അറിയിക്കാതെ പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ് ഒരു പുരോഹിതൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ഈ തീയതിയിൽ എനിക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ അപ്പം മുതൽ എൻ്റെ ഭാര്യയുടെ അച്ഛൻ ദീർഘകാലം ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്തിട്ടുണ്ട്. അച്ഛനിവിടെ അല്ലേ നമ്മുടെ ITIയുടെ ഹെഡ് ചെയ്യണ സമയത്ത് ആദ്യം കൂടെ ഉണ്ട്, കയറിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്നോട് എല്ലാ ദിവസവും ഇടയ്ക്ക് ഞങ്ങൾ തമ്മിൽ കണ്ടാൽ അപ്പം എന്നോട് പറയും, ജോബി അച്ഛൻ്റെ പരിപാടിക്ക് എന്തായാലും വരണം. അപ്പം ഞാൻ പറയും എനിക്കന്ന് യാതൊരു തരത്തിലും വരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം എന്നോട് പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോൻ, ജോബി അച്ഛൻ്റെ പരിപാടിക്ക് വന്നേ പറ്റുള്ളൂ. അങ്ങനെ ഇന്ന് എന്നെ സത്യം പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങളുടെ നഗരസഭയുടെ 2 അത്യാവശ്യമുള്ള പരിപാടികൾ കഴിഞ്ഞ് വന്ന എന്നെ വണ്ടി തടഞ്ഞു നിർത്തി അദ്ദേഹം ആ വണ്ടി കയറി ഇവിടെ വന്നു എന്നുള്ളതാണ് ജോബി അച്ഛനോടുള്ള ഞങ്ങളുടെ ഒരു ആദരവ് എന്ന് പറയുന്നത്. എൻ്റെ ബ്രദറിലോ പഠിച്ചതും ഇവിടെയാണ്. അയാൾ ജീവിതത്തിൽ ഒരു നല്ല സ്ഥാനത്തെത്തുന്നതിന് അച്ഛൻ നേതൃത്വം കൊടുത്ത ആ സ്ഥാപനം സഹായിച്ചിട്ടുണ്ട് എന്ന കാര്യവും ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. അച്ഛൻ ഈ നാടിന് ചെയ്ത കാര്യം പറഞ്ഞു കേട്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കൂനമ്മാവ്
പ്രദേശത്തിന് പ്രളയമുണ്ടായപ്പോൾ എങ്ങനെയാണ് അച്ഛനൊരു നാടിൻ്റെ യഥാർത്ഥത്തിൽ ഉള്ള ഒരു നമ്മൾ യേശു ക്രിസ്തുവിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്, ക്രിസ്തുവിനെ നമ്മൾ ഓർക്കുന്നത്, ക്രിസ്തുവിൻ്റെ പിന്തുണക്കാരായി പിന്നീട് വന്നവരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണോ അത് ഒരു നാടിന് ജോബി അച്ഛൻ ചെയ്തു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. 25 വർഷം അങ്ങനെയുള്ള ഒരു പൗരോഹിത്യത്തെ മുറുകെ പിടിക്കാൻ ജോബി അച്ഛന് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും എത്ര തിരക്കുണ്ടെങ്കിലും കൊച്ചി മേയർക്ക് ജോബി അച്ഛനെ വണങ്ങാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ വളരെ ഹൃദയപൂർവ്വം അങ്ങേക്ക് എല്ലാ ആശംസകളും തുടർന്നുള്ള അങ്ങയുടെ ഈ പ്രവർത്തനത്തിന് പ്രത്യേകമായി രേഖപ്പെടുത്തുകയാണ്. എനിക്ക് വീണ്ടും തിരിച്ച് യൂറോപ്യൻ യൂണിയൻ്റെ ആളുകളുമായി നേരത്തെ തീരുമാനിച്ചൊരു ഡിസ്കഷൻ, അവർ വന്നവിടെ ഓഫീസിൽ വെയിറ്റ് ചെയ്യാൻ ഇപ്പോൾ തുടങ്ങും. അപ്പോൾ അവർക്ക് ഈ പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് എന്നതുകൊണ്ട് എങ്ങനെ ഓടിയാലും ഒരു 25 മിനിറ്റ് കൊണ്ട് എനിക്കവിടെ എത്താൻ കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ട് വേദിയിലുള്ള എല്ലാവരും, നമ്മുടെ ഫാദേഴ്സ് ഉണ്ട്, നമ്മുടെ സിസ്റ്റർ ഉണ്ട്, നമ്മുടെ ജനപ്രതിനിധികളുണ്ട്, ആലങ്ങാട് പ്രസിഡൻ്റ് ഉണ്ട്, എല്ലാ സ്ഥലങ്ങളിലെയും ജനപ്രതിനിധികളുണ്ട്. ദയവായി ക്ഷമിക്കുക, കൂടുതൽ നേരം എനിക്ക് ഇരിക്കാൻ കഴിയില്ല. ഞാൻ ഒരു കാര്യവും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരു ജില്ലയിൽ, എറണാകുളം ജില്ലയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള 2 പേരുണ്ട്. അതൊന്ന് ഈ ജില്ലയുടെ ചുമതലക്കാരനായ ഞങ്ങളുടെ മന്ത്രി ശ്രീ പി രാജീവാണ്. രണ്ടാമത്തെ ആൾ ജില്ല എന്ന് പറയുന്നതും മന്ത്രിയും സംസ്ഥാനം മുഴുവനും ഉണ്ട്. മന്ത്രിയെപ്പോലെ തന്നെ സംസ്ഥാനത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ MLA കൂടിയാണ് നമ്മുടെ, അല്ലെ, MLA പറവൂർ മണ്ഡലത്തിൽ തന്നെയാണല്ലോ വരുന്നത്. പ്രതിപക്ഷ നേതാവായ ശ്രീ VD സതീശൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ MP ശ്രീ ഹൈബി ഈഡൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ഉല്ലാസ് തോമസ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഈ പരിപാടിയിൽ നോട്ടീസിലില്ലെങ്കിലും കൊച്ചി മേയർ പങ്കെടുക്കുന്നു. എനിക്ക് തോന്നുന്നത് മന്ത്രിയുടെ ഒപ്പം ഇനി മന്ത്രി നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിലുമുള്ള ഗവൺമെൻറ് പരിപാടി റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5:30 എത്തുന്നതാണ് യേശുദാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ഉറപ്പോടുകൂടിയാണ് പറയണത്, അല്ലേ യേശുദാസ്? അപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലെയും പരിപാടികളിലാണ് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള കളക്ടറും കൂടി ഇതേപോലെ പോണ പോക്കിൽ ഇവിടെ കയറിയാൽ ജോബി അച്ഛൻ എറണാകുളം ജില്ലാ ഭരണത്തെ മുഴുവനും വരാപ്പുഴയിലേക്ക് കൊണ്ടുവന്നു ഇന്നത്തെ ഒരു ദിവസം എന്ന ഒരു പ്രത്യേകത കൂടി ഉണ്ടാവുന്നു. അപ്പോൾ എനിക്ക് ഇനി വിടവാങ്ങാനുള്ള സമയമായി. കാരണം എനിക്ക് കണ്ണ് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ നല്ല കണ്ണട വെച്ചേക്കണത്. അപ്പോൾ ഈ ലാസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ആളുകളെല്ലാം വളരെ ആവേശപൂർവ്വമാണ് കൈയടിച്ചേക്കണം. അപ്പോൾ ഇതാണ് പ്രസംഗം നിർത്താൻ ഏറ്റവും നല്ല സന്ദർഭം. അച്ഛന് വീണ്ടും എല്ലാ ആശംസകളും ആയുരാരോഗ്യ സൗഖ്യവും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. കൂനമ്മാവിൻ്റെ ഈ പുണ്യഭൂമിയിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ജോബി അച്ഛന് ആശംസകൾ അർപ്പിക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ ബൈബിളിലെ ഒരു വാക്യമാണ് എൻ്റെ ഓർമ്മയിൽ വരിക. ശക്തന്മാരെ അവിടുന്ന് സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, വിനീത ഹൃദയരെ അവിടുന്ന് ഉയർത്തി. കൂനമ്മാവിലെ ഈ ജനസമൂഹം ഇത്രയും സന്തോഷത്തോടും ആരവത്തോടും കൂടെ എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ജോബി അച്ഛൻ്റെ ജൂബിലി ആഘോഷിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. മറ്റുള്ളവരിൽ നിന്നും അച്ഛനെ വ്യത്യസ്തനാക്കുന്ന ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ അച്ഛനെന്ന വ്യക്തിയെ, ജോബി അച്ഛനെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള, മനുഷ്യത്വമുള്ള കൂനമ്മാവിൻ്റെ സ്വന്തം ജോബി അച്ഛൻ. എനിക്ക് ഇങ്ങനെ പറയാനാണ് ഏറെ ഇഷ്ടം തോന്നുക. ഇതിന് തെളിവാണ് ഈ കൂനമ്മാവിലെ ജനസമൂഹം മുഴുവനും. നമ്മൾ പ്രളയകാലത്തും കൊറോണ കാലത്തും അച്ഛൻ്റെ ത്യാഗോജ്വലമായ സേവനം കണ്ടതാണ്, കേട്ടതാണ്, അനുഭവിച്ചതാണ്. ഒരു പുരോഹിതന്റെ യഥാർത്ഥ സമർപ്പണം ജനത്തിനു വേണ്ടിയാണല്ലോ. അത് കണ്ട് അനുഭവിച്ച് മനം കൂർക്കെ ദൈവത്തിന് നന്ദി പറഞ്ഞവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ അവസരത്തിൽ ഈ സമൂഹത്തിന്റെ പേരിൽ, ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ ബഹുമാനപ്പെട്ട ജോബി അച്ഛനെ പൗരോഹിത്യത്തിന്റെ രജത ജൂബിലി മംഗളങ്ങൾ ആശംസിക്കുകയാണ്. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ സ്ഥാപിച്ച CMI സഭയില് ഇപ്രകാരം വിശുദ്ധ ചാവറപിതാവിന്റെ സ്വപ്നങ്ങൾ നെഞ്ചിലേറ്റുന്ന
ഒരു പുരോഹിതനുണ്ടല്ലോ എന്നോർത്ത് ഞങ്ങൾ ഈ ജനസമൂഹം മുഴുവനും അഭിമാനം കൊള്ളുകയാണ്. യഥാർത്ഥത്തിൽ ഒരു CMC സന്യാസി എന്ന നിലയിൽ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ കോൺഗ്രിഗേഷന്റെ പേരിൽ, ഞങ്ങൾ വിമല പ്രോവിൻസിന്റെ പേരിൽ, പൂനമാവിൽ ഞങ്ങൾ 2 മഠങ്ങളുണ്ട്, അവരുടെ പേരിൽ, പ്രത്യേകിച്ച് ചാവറ സ്പെഷ്യൽ സ്കൂളിന്റെ പേരിൽ ഒത്തിരിയേറെ ബഹുമാനപ്പെട്ട ജോബി അച്ഛനോട് കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ അനുകൂലങ്ങളിൽ മാത്രമല്ല, ഞങ്ങളുടെ പ്രതികൂലങ്ങളിൽ, പ്രത്യേകിച്ച് ഞങ്ങൾക്കെതിരെ എല്ലാവരും വാതിൽ കൊട്ടിയടച്ചപ്പോഴും ഞങ്ങളോടൊപ്പം നിന്ന ഒരു വ്യക്തിയാണ് ജോബി അച്ഛൻ. ഞങ്ങളുടെ സന്യാസ സഭയ്ക്ക്, ഞങ്ങൾ എറണാകുളം പ്രോവിൻസിന് ഒരിക്കലും അച്ഛനെ മറക്കാനാവില്ല. ആ നന്ദി ഞങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ജനസമൂഹത്തിന്റെ പേരിൽ ഒരിക്കൽ കൂടി അച്ഛനെ ജൂബിലി ആശംസിക്കുകയും ദൈവം ഇനിയുള്ള കാലങ്ങളിൽ നന്മ നൽകി ഇനിയും ഒരുപാട് പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക പ്രചോദനം, ശക്തി അച്ഛൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി. യേശുവിൻ്റെ കാൽപ്പാടുകളെ പിൻചെന്നുകൊണ്ട് ജോബി അച്ഛൻ കഴിഞ്ഞ 25 വർഷം ഈ പുണ്യഭൂമിയിൽ നല്ലൊരു മനുഷ്യസ്നേഹിയായിട്ട് ജീവിച്ചതായിട്ട് ഇതുവരെയുള്ളതായ പ്രഭാഷണങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. മിക്കവാറും ഞാൻ മാത്രമായിരിക്കും ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ പുതുമുഖമായിട്ട് നിൽക്കുക. കാരണം പറവൂർ മേഖല, കൂനമാവ് മേഖല എനിക്ക് ആദ്യമാണ്. ഞാനിവിടെ കൊച്ചാൽപ്പള്ളി വികാരിയായിട്ട് വന്നതിന് ശേഷമാണ് ഈ മേഖലയിൽ ആദ്യമായിട്ട് ഞാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് അച്ഛൻ്റെ ശുശ്രൂഷയുടെ ഫലങ്ങൾ അനുഭവിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എങ്കിലും കഴിഞ്ഞ 8 മാസത്തിനുള്ളിൽ അപൂർവം സന്ദർഭങ്ങളിൽ അച്ഛനുമായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ഉപയോഗിച്ച വാക്ക് നിങ്ങളിൽ പലരും അനുഭവിച്ചറിഞ്ഞ ആ സത്യം, ഒരു നല്ല മനുഷ്യസ്നേഹി എന്നൊരു അനുഭവം തന്നെയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. തുടർന്നുള്ളതായ അദ്ദേഹത്തിൻ്റെ സേവനത്തിൽ കൂടുതൽ ശുഷ്കാന്തിയോടെ, കൂടുതൽ ദൈവാശ്രയബോധത്തോടെ, നല്ല ഒരു പുരോഹിതനായിട്ട്, നല്ല ഒരു മനുഷ്യസ്നേഹിയായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന മണ്ഡലങ്ങൾ ആത്മീയ മണ്ഡലങ്ങളുണ്ട്, വിദ്യാഭ്യാസ മണ്ഡലങ്ങളുണ്ട്, സാമൂഹിക മേഖലയുണ്ട്. ഇവിടെയൊക്കെ കുറേ കൂടി നന്നായിട്ട് പ്രവർത്തിക്കുവാനുള്ളതായ ശക്തി, ഊർജം ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി കൊച്ചാൽ ഇടവകയുടെ പേരുള്ളതായ ആശംസ നേർന്നുകൊണ്ടും എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നാടിനെ അറിയുന്ന, നാടറിഞ്ഞ, ജനത്തെ അറിയുന്ന, ജനമറിഞ്ഞ ഒരു വ്യക്തിയാണ് ജോബി അച്ഛൻ എന്നുള്ളത് ഇവിടെ പറഞ്ഞ പലരുടെയും വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഒരുപക്ഷെ CMI കൊച്ചി പ്രോവിൻസിൽ അറിയപ്പെടുന്നതിനേക്കാൾ ഈ കൂനമ്മാവിൽ അദ്ദേഹം വളരെയധികം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതിൽ CMI സഭയുടെ കൊച്ചി പ്രോവിൻസ് പ്രത്യേകം സന്തോഷിക്കുകയാണ്. ജോബി അച്ഛൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ചെല്ലുന്ന സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്പർശം എവിടെയും ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പൗരാവലി ഇങ്ങനെ ഒരു സ്വീകരണവും രജത ജൂബിലി ആഘോഷവും നടത്തുവാനായിട്ട് ഇടയായത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത് നാടിന് മാത്രമല്ല, ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളിലും ഒരു സമൂഹത്തിൻ്റെ പ്രശ്നത്തിലുമൊക്കെ ജോബി അച്ഛൻ ഒരു സാന്ത്വനമാകാറുണ്ട്, ഒരു പ്രത്യേക സ്പർശമാകാറുണ്ട്. ഞാൻ വന്നിട്ട് 4-5 മാസക്കാലങ്ങളെ ആയിട്ടുള്ളൂ ഈ ആശ്രമത്തിൽ. പക്ഷെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര ചാവറ ദർശൻ CMI പബ്ലിക് സ്കൂളിലും, അതുപോലെ തന്നെ KCM ITAയിലും, അതുപോലെ തന്നെ ആശ്രമത്തിൻ്റെ പ്രിയരായിരുന്ന സമയങ്ങളിലും ഈ ചുറ്റുപാടുമുള്ള സ്ഥാപനങ്ങളിലുമൊക്കെ അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഈ സംഭാവനകളെല്ലാം CMI സഭയുടെ കൊച്ചി പ്രോവിൻസ് എന്ന നിലയിലും സെൻറ് ജോസഫ്സ് ആശ്രമത്തിൻ്റെ പേരിലും ഞാൻ പ്രത്യേകം ഓർമ്മിക്കുകയും അതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ജീവിതത്തിലെ പൗരോഹിത്യ രജത ജൂബിലി 25 വർഷം ഈ ഡിസംബർ 28 അദ്ദേഹത്തിന് കഴിയുകയാണ്. 25 വർഷം. ഈ അവസരത്തിൽ രജത ജൂബിലിയുടെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു. ഒപ്പം തന്നെ 50ൻ്റെയും അതിനപ്പുറമുള്ള ജൂബിലികളും ആഘോഷിക്കുവാനായിട്ട് ജനങ്ങൾക്ക് നന്മ പകരുന്ന ഒരു മനുഷ്യസ്നേഹിയായി ഇനിയും മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മനുഷ്യർ
മനുഷ്യരുടെ നന്മകൾ കാണാൻ പലപ്പോഴും വൈകിപ്പോകുന്നൊരു സമൂഹമാണ് നമ്മുടേത്. ആ ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് 25 വർഷക്കാലം നമ്മുടെ നാടിനും സമൂഹത്തിനുമൊക്കെ ജോബി അച്ഛൻ ചെയ്ത സേവനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇങ്ങനെ അദ്ദേഹത്തിനൊരു ആദരവ് നൽകാൻ തീരുമാനിച്ചത്. സുഖ ദുഃഖ സമ്മിശ്രമായ നമ്മുടെ ജീവിതത്തിൽ നാം സമൂഹത്തിൽ നിന്ന് പലതും നേടുകയും സമൂഹത്തിന് നമ്മൾ പലതും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സമൂഹത്തിന് കൊടുക്കുകയും അതേപോലെ തന്നെ ആ കൊടുക്കുന്ന ത്രാസിൻ്റെ തട്ട് താഴ്ന്നു നിൽക്കുകയും നമ്മൾ സമൂഹത്തിൽ നിന്ന് നേടിയ ത്രാസിൻ്റെ തട്ട് ഉയർന്നു നിൽക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സാഫല്യ മുഹൂർത്തം എന്ന് പറയാവുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ജീവിതത്തിലും ആ സാഫല്യ മുഹൂർത്തം അതുതന്നെയാണ്. ദുരന്തമനുഭവിക്കുന്ന ആളുകളെ, സമൂഹത്തിൽ ഏറെ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാൻ വെമ്പൽ കൊണ്ട ഒരു മനസ്സാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എനിക്കറിയാം. 2018 മുതൽ ഇങ്ങോട്ടേക്ക് ഉള്ള പല ഉദ്യമങ്ങളും ആ വിധത്തിൽ ജനമേറ്റെടുക്കുകയും ഒട്ടേറെ ആളുകൾക്ക് സ്വാന്തന സ്പർശമായി അദ്ദേഹത്തിൻ്റെ കർമ്മകാണ്ഡം ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ള വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. എനിക്ക് ജോബി അച്ഛനുമായിട്ട് വളരെ കുറഞ്ഞ കാലത്തെ പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, 10 മിനിറ്റ് അദ്ദേഹത്തോട് സംസാരിച്ചാൽ നമ്മുടെ മനസ്സിൽ പതിയുന്ന ഒരു വ്യക്തിത്വമായി അദ്ദേഹം മാറി എന്നുള്ളതാണ്. കാരണം അപൂർവം ആളുകൾക്ക് മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ എത്രയോ ആളുകളെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്, പരിചയപ്പെടുന്നത്. പക്ഷെ അവരൊന്നും നമ്മുടെ ഹൃദയത്തിൽ നിൽക്കാറില്ല, യാന്ത്രികമായി ഇങ്ങനെ കണ്ട് പരിചയപ്പെട്ടു പോകുന്നു. പക്ഷെ ജോബി അച്ഛൻ അങ്ങനെയായിരുന്നില്ല. ജോബി അച്ഛനെ കണ്ട് സംസാരിച്ചാൽ ആ വിനയാന്വിതമായ പെരുമാറ്റം എപ്പോഴും നമ്മളെ ആകർഷിക്കുന്നുള്ള. എന്ത് കാര്യം നമുക്ക് തുറന്നു പറയാനും എത്ര വിഷമമുള്ള അല്ലെങ്കിൽ സങ്കീർണമായ പ്രശ്നങ്ങളെ പോലും ജോബി അച്ഛൻ സമീപിക്കുന്ന രീതിയൊക്കെ എന്നെ വളരെയധികം ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും അങ്ങനെയാണ്. കുറച്ച് നാളത്തെ പരിചയം കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് തോന്നുന്നത്. ഒരുപാട് സവിശേഷതകളുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയാണ്. ഇന്ന് നാടിൻ്റെ പല ഭാഗത്തും പോയി വിദ്യാഭ്യാസം ചെയ്യുക, വിദേശ രാജ്യങ്ങളിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ നേടി വരുമ്പോൾ ആ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നതി തന്നെയാണ് ഈ ലാളിത്യത്തിൻ്റെ അടിസ്ഥാനമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും പൗരോഹിത്യത്തിൻ്റെ പൗരോഹിത്യ രജത ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന അച്ഛന് എല്ലാവിധ ഭാവുകങ്ങളും കോട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ചാവറ സ്വാന്തനം പദ്ധതി അച്ഛൻ ആരംഭിച്ചപ്പോൾ അച്ഛനോടൊപ്പം പ്രവർത്തിക്കുവാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു. ചാവറ സ്വാന്തനം പദ്ധതി പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അത് സമൂഹത്തിലുള്ള എല്ലാ തരത്തിലുള്ള മനുഷ്യർക്ക് സ്വാന്തനമായിട്ട് മാറുകയാണ് ഉണ്ടായത്. ഓരോ ദിവസവും അച്ഛൻ എഴുന്നേറ്റ് വരുമ്പോൾ ഓരോ മനുഷ്യരുടെ കാര്യം സംസാരിച്ചുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയെ അവരെ ശ്രവിക്കുവാൻ ഒരു അവസരം ലഭിച്ചാൽ പിന്നെ അവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയായിട്ട് മാറുകയാണ്. പിന്നെ അവരെ ഏതെല്ലാം രീതിയിൽ സഹായിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടേയിരിക്കും. 4 വർഷക്കാലം അദ്ദേഹത്തോടൊപ്പം ഈ ആശ്രമത്തിലായിരിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ചാവറ സ്വാന്തനം പദ്ധതി അത് ഈ ജനങ്ങൾ അവരുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഒരു പദ്ധതി തന്നെയാണ്. ആദ്യകാലത്ത് അത് വളരെ ചുരുങ്ങിയ ലെവലിൽ ആരംഭിച്ചുവെങ്കിലും പിന്നീട് ജനങ്ങൾ അത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുകയും വലിയ പദ്ധതികളായിട്ട് മാറുകയും ചെയ്തു. എല്ലാ മേഖലകളിലുമുള്ള ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതിനും അവരെ സഹായിക്കുന്നതിനും സാധിക്കുകയുണ്ടായി. പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, എപ്പോഴും ജോബി അച്ഛനെ കണ്ടുമുട്ടുമ്പോൾ പലപ്പോഴും സ്കൂളിൻ്റെ പരിസരത്ത് വെച്ചായിരിക്കാം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും കണ്ടുമുട്ടുന്നത്. അപ്പോഴെല്ലാം ജോബി അച്ഛൻ പറയുക, ചാവറ സ്വാന്തനം പദ്ധതിയിൽ
നമുക്ക് സഹായിക്കേണ്ട ഒത്തിരി മനുഷ്യരുണ്ട്, ഒത്തിരി കഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട്. അവരെല്ലാം നമുക്ക് സഹായിക്കേണ്ടതായിട്ടുണ്ട്. അച്ഛൻ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ അതിനുവേണ്ടി നമുക്ക് ഒത്തിരി മനുഷ്യരുടെ അടുക്കലേക്കൊക്കെ പോകാനുണ്ട്. അങ്ങനെ ഒത്തിരി മനുഷ്യരെയൊക്കെ ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ തീക്ഷ്ണമായി മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള ഒരു വലിയ മനസ്സ് ജോബിയച്ചനുണ്ട്. ഇന്നിവിടെ ആയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അതിന് തെളിവാണ്. ജോബിയച്ചൻ ഒരു വേറിട്ട വഴിയിലൂടെ തന്നെ സഞ്ചരിച്ചൊരു വ്യക്തിയാണ്. ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, അച്ഛൻ്റെ കയ്യിൽ ഒരിക്കലും ഒരു 10 പൈസ പോലും ഇരിക്കുകയില്ലെന്നുള്ളതാണ്. കാരണം ആരെങ്കിലും കണ്ടുമുട്ടിയാൽ അത് അവരുമായിട്ട് പങ്കുവയ്ക്കും. ഡയാലിസിസ് രോഗികൾക്ക് വേണ്ടി അദ്ദേഹം അവരെ സഹായിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഒരു സന്ദർഭത്തിൽ അവരെ സഹായിക്കുവാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, നാളെ 3 പേർക്ക് ഡയാലിസിസ് ഉണ്ട്, അവരെ സഹായിക്കേണ്ടതായിട്ടുണ്ട്, നമുക്ക് ആരെങ്കിലും ഒന്ന് പോയി കാണണം എന്നൊക്കെ അദ്ദേഹം പറയാറുണ്ട്. അങ്ങനെ അവസാന നിമിഷം അതൊക്കെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. കാരണം ഈ പ്രശ്നങ്ങളെല്ലാം, ഈ പ്രതിസന്ധികളെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളായിട്ട് മാറുന്നത് കൊണ്ടാണത്. ഇതിവിടെ ആയിരിക്കുവാൻ, അദ്ദേഹത്തിന് ജൂബിലിയുടെ മംഗളങ്ങൾ നേരുവാനായിട്ട് ഇവിടെ എത്തിച്ചേരുവാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. മനുഷ്യനെ മാത്രമല്ല പ്രകൃതിയെയും അങ്ങേയറ്റം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ജോബിയച്ചൻ. ഈ ജൂബിലി നിറവിലായിരിക്കുന്ന ജോബിയച്ചന് ജൂബിലിയുടെ എല്ലാവിധ ആശംസകളും സ്നേഹപൂർവ്വം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ അച്ഛന് ആശംസ പറയാൻ വേണ്ടിയല്ല നിൽക്കുന്നത്. ഓൾ ഇന്ത്യ ലെവലിൽ പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഭാഗമാണ് ജോബിയച്ചൻ. സ്കിപ്പ് എന്നാണ് അതിൻ്റെ പേര്, സ്കിൽസ് ഫോർ പ്രോഗ്രസ്. അപ്പം അതിൽ ഞങ്ങൾ ജനറൽ സെക്രട്ടറി മിസ്റ്റർ ജോസഫ് സ്റ്റാൻലി ആണ് അച്ഛനെ അഭിനന്ദനം അറിയിപ്പിക്കുവാനും കൺഗ്രാജുലേറ്റ് ചെയ്യാനും ബാംഗ്ലൂരിൽ നിന്ന് വന്നിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തുക എന്ന് മാത്രമാണ് എൻ്റെ കടമ. ഓൾ ഇന്ത്യ ലെവലിൽ പ്രവർത്തിക്കുന്ന 222 ITIകളുടെ ഒരു മെമ്പർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ചാവറയിലെ നമ്മുടെ CM ഇവിടുത്തെ ITI എന്ന് പറയുക. അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ശ്രീ ജോസഫ് സ്റ്റാൻലി. വളരെ സ്നേഹബന്ധം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രം അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ജോബി അച്ഛനെ ആശംസ അർപ്പിക്കുവാനായിട്ട് ഞാൻ സ്നേഹമുള്ള ജോസഫ് സ്റ്റാൻലിയെ, ജനറൽ സെക്രട്ടറി ടു സ്കിപ്പ് ബാംഗ്ലൂർ, മേ ഐ ഇൻവൈറ്റ് മിസ്റ്റർ ജോസഫ് സ്റ്റാൻലി ടു കൺഗ്രാജുലേറ്റ് ഫാദർ ജോബി ഓൺ ഹിസ് sacerdotal jubilee. Good evening, everyone. First of all, I would like to wish Father Joby a big, heartfelt, hearty congratulations to him for his silver jubilee. And this silver jubilee, if you look at in a religious life, it's a big milestone, very big milestone. And he is celebrating the silver jubilee means, there's a long way he has come, and there's a lot of struggle, there's a lot of contributions, there's a lot of sacrifice. The religious life is not easy, so very, very difficult. But with all that to serve people, humanity, they come forward, sacrifice, and you are with us. And Father Joby is a very highly successful man. The very first time we met him, with all our board members, with president, vice president, treasurer, whenever we drive down to Kerala, we'll always have a stopover at Kunumau. And because of the kind of person Joby is, he'll attract. We were making sure that one visit is there for sure to visit him because of the warmth, a nice, friendly man he is. And when we saw this institute about 7-8 years back, it was, I should say that there are a lot of things to be done. And Father Joby very quickly, he brought it up and then, made it very effective. And, we are talking highly about this institute in so many places because of the sacrifice, dedications, commitment
that he had for this institute, though he had served in engineering college and many other institutions. But normally ITI means normally people will underestimate people who are performing there. But he, even in ITI, he performed and brought up this ITI to a level of fame and name. So that is the kind of person for the Joby. And imagine he has sacrificed almost 25 years plus another 15 years of his formation. So 40 years he's been in the religious order. And congratulations, Joby, and all the best for you. And God's blessing is always on you. Because of that, you have been, really performing well. Congratulations and all the best for you. ഇപ്പോൾ പലരും നമ്മുടെ ജോബി അച്ഛനെ പറ്റിയിട്ട് പല കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ITIയിൽ നമ്മളുടെ ഇവിടെ ഒരു ജിജി എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ടായിരുന്നു. അപ്പോൾ ആ ടീച്ചറിന് ഒരു ഹെൽത്ത് പ്രോബ്ലമായിട്ട് അദ്ദേഹം ലീവ് എടുത്ത സമയത്താണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് ആദ്യമായിട്ട് ചെല്ലുന്നത്, അച്ഛൻ ആദ്യമായിട്ട് കാണുന്നത്. ആ സമയത്ത് അവിടെ ട്രെയിനീസിനെ എടുക്കുന്നു. അപ്പം നമ്മളുടെ ഈ പഠനത്തിൻ്റെ ലാസ്റ്റ് നിമിഷങ്ങളായിരുന്നു. ട്രെയിനീസിന് എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അച്ഛനെ പോയി കാണുന്നത്. ഞാനും എൻ്റെ ഡാഡിയും കൂടിയാണ് പോയി കാണുന്നത്. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു, ട്രെയിനിയാണ്, വേറെ സാലറി ഒന്നും ഉണ്ടാവില്ല, ഉച്ചവരെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കും സൗകര്യമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉച്ച കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് പഠിത്തത്തിനും പോകാം, ബാക്കി ഇവിടെ വരാമെന്ന് പറഞ്ഞു. എന്തായാലും അച്ഛൻ അങ്ങനെ എന്നെ ട്രെയിനിയായിട്ട് അവിടെ എടുത്തു. അവിടെ പ്രൈവറ്റായിട്ട് കുറച്ച് കുട്ടികൾ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവരെ പഠിപ്പിക്കുക. എൻ്റെ കൂടെ വേറൊരു ടീച്ചറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ടീച്ചിങ് കരിയർ തുടങ്ങുന്നത് അച്ഛൻ്റെ അടുത്തുനിന്ന് തന്നെയാണ്. അപ്പോൾ ഒരു ക്രിസ്മസിനാണ് അച്ഛൻ എൻ്റെ ഫസ്റ്റ് സാലറി അത് അച്ഛൻ്റെ കയ്യിൽ നിന്നായിരുന്നു. ഒരു ഫസ്റ്റ് സാലറി എന്ന് പറയുന്നത് ഒരു 250 രൂപയാണ് എൻ്റെ കയ്യിൽ അച്ഛൻ അന്ന് അവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സിനൊക്കെ ഒരു ബോണസ് പോലെ നമുക്ക് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മളോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും പ്രതീക്ഷിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമുക്കൊരു 250 രൂപ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു. അതാണ് എൻ്റെ ഫസ്റ്റ് സാലറി എന്ന് പറഞ്ഞത്. അച്ഛൻ കൈവച്ചിട്ട് വലിയ മോശമൊന്നുമില്ല കേട്ടോ അച്ഛാ. അപ്പോൾ അതിങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ലാതെ ആ ടീച്ചിങ് ഫീൽഡ് അങ്ങനെ തുടർന്ന് പോന്നു. ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് ലീവ് എടുത്ത് ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വളരെ അനുഭവമുള്ള, ഇപ്പോൾ ഈ ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനെ ഞാൻ ഒരുപാട് തവണ ഒരുപാട് കാര്യങ്ങൾക്ക് വിളിക്കുന്നുണ്ട്. ചിലരുടെ വീടുമായി ബന്ധപ്പെട്ടൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് ആദ്യം തോന്നുന്നത് അച്ഛനെ തന്നെ വിളിക്കാനാണ്. അപ്പോൾ അച്ഛനെ വിളിക്കും, അച്ഛൻ ഒരുപാട് കാര്യങ്ങളിൽ അവരെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ആക്സിഡൻറ്റ് കേസുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ രാജഗിരി ഹോസ്പിറ്റലിലൊക്കെ ആണ് ആരെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അച്ഛനെ തന്നെ വിളിക്കുക. വെളുപ്പാങ്കാലത്തേക്ക് വിളിക്കും ഞാൻ. അച്ഛാ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. അച്ഛൻ അതിന് തക്കതായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നമുക്ക് തരും. ആ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ ആരെങ്കിലുമൊക്കെ പോയി കാണുന്നുണ്ടെങ്കിൽ കാണും, അവരായിട്ട് സംസാരിക്കും. നമുക്ക് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് അച്ഛൻ ഒരുപാട് കാര്യത്തിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് വലിയ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഒരുപാട് പേരെ ഇങ്ങനെ സഹായിക്കുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അച്ഛൻ ഒരു മാർഗ്ഗദർശിയായിട്ട് എൻ്റെ ഒരു നല്ലൊരു അധ്യാപകനായിട്ടൊക്കെ എൻ്റെ മുന്നിൽ എപ്പോഴും വരുന്നത് ജോബി അച്ഛനാണ്. അപ്പോൾ ഈ ജോബി അച്ഛന് 25 വർഷം എന്ന് പറയുമ്പോൾ ജോബി അച്ഛൻ ചെയ്തേക്കണ കാര്യങ്ങൾ വെച്ച് 100 വർഷം പിന്നിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനിയും വീണ്ടും അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളിലും ഇതുപോലെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഈ ഒരു നിറവിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. അച്ഛൻ്റെ കൂനമ്മാവിന് വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുന്നൊരു കൂട്ടത്തിലാണ് ഞാനും ഈ ഭാഗത്ത് തന്നെ താമസിക്കുമ്പോൾ കുർബാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംബന്ധിച്ചിരുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും അച്ഛൻ വളരെ ഭംഗിയായി കാര്യങ്ങൾ നിർവഹിച്ച് പോന്നിരുന്നു. അതിൽ ഉത്തമ മാതൃകയാണ് നമ്മുടെ പുതിയ സ്ഥാപനങ്ങൾ തന്നെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ITI, അതിനോട് ബന്ധപ്പെട്ട അനുബന്ധ സ്ഥാപനങ്ങളും. അപ്പോൾ ഇത്രയും നമ്മുടെ ഈ കൂനമ്മാവിന് അങ്ങനൊരു മാറ്റം നമുക്ക് നൽകാൻ അതിനു വേണ്ടി ശ്രമിച്ച അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തിയ അച്ഛൻ എന്നും ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടാകും എന്ന് ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് വീണ്ടും ഭാവി അച്ഛന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമമിടുന്നു. നന്ദി, നമസ്കാരം. വ്യക്തിപരമായിട്ട് ജോബേച്ചനുമായിട്ടുള്ള ബന്ധം പറയുകയാണെങ്കിൽ 2000 അച്ഛനിവിടെ വരുമ്പോൾ ഞാൻ കൂനമാവ് ITCയിൽ കമ്പ്യൂട്ടർ പഠിക്കുവാൻ അഡ്മിഷനോട് ചെന്ന അന്ന് മുതലുള്ള ബന്ധമാണ് അച്ഛനുമായിട്ട്. പിന്നീട് ITCയുടെ കമ്പ്യൂട്ടറിലെ സ്റ്റാഫായിട്ട് 6 വർഷം പ്രവർത്തിക്കാനും എനിക്കവിടെ സാധിച്ചു. അച്ഛനായിരുന്നു അന്നും സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരുന്നത്.
കാലം കൊണ്ട്, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കാലം കൊണ്ട്, ജന്മം കൊണ്ട് കോട്ടയംകാരനായ അച്ഛൻ പിന്നീട് കണ്ണൂർക്കാരനായെങ്കിലും അദ്ദേഹത്തിൻ്റെ 25 വർഷത്തെ പൗരോഹിത്യത്തിൽ 23 വർഷവും നമ്മുടെ കൂനമ്മാവിന് വേണ്ടി സേവനം ചെയ്യുവാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ലഭിച്ചു. എനിക്ക് തോന്നുന്നു ഒരു നിമിത്തം പോലെയായിരിക്കാം ഈ വെള്ളപ്പൊക്കവും കോവിഡുമെല്ലാം വന്നപ്പോൾ അച്ഛൻ്റെ വലിയ ഒരു സേവനം, വലിയൊരു സഹായം നമുക്ക് നമ്മുടെ ഇവിടെ ഇരിക്കുന്നവർക്ക് മാത്രമല്ല, ആലങ്ങാട്, വരാപ്പുഴ, കോട്ടുപള്ളി ഉൾപ്പെടെയുള്ള നിരവധി പഞ്ചായത്തുകളിലെ ഒട്ടനവധി ആളുകൾക്ക് ഒട്ടനവധി കൈത്താങ്ങായ വെള്ളപ്പൊക്കം ഉൾപ്പെടെ കോവിഡ് വന്ന സാഹചര്യത്തിൽ നമുക്കറിയാം, ലോക്ക്ഡൗൺ ഉൾപ്പെടെ പ്രഖ്യാപിച്ച് സാധാരണക്കാരായ എല്ലാ ജനങ്ങളും ജോലിക്കൊന്നും പോകാൻ പറ്റാതെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അച്ഛൻ ചാവറ സാന്ത്വനം എന്ന പേര് നൽകിക്കൊണ്ട് അതിൻ്റെ 3-4 ഘട്ടങ്ങളിലായി നിരവധി സാധാരണക്കാരായ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെ, കൽപ്പണിക്കാരുൾപ്പെടെ, മരപ്പണിക്കാർ, സാധാരണക്കാരായ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒത്തൊരുമിച്ച് കൈത്താങ്ങായിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നൽകിയ കാര്യങ്ങളൊന്നും നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം അച്ഛൻ്റെ 21 വർഷത്തെ സേവനം, കാരണം 2 വർഷം മാത്രമാണ് അച്ഛൻ ഈ 2 വർഷം കളമശ്ശേരി ഡയറക്ടറായിട്ടും അതോടെ തന്നെ സേവാഗ്രാമിൻ്റെ ഒരു ചുമതലക്കാരനായിട്ട് 2 വർഷം കഴിഞ്ഞാൽ ബാക്കി 23 വർഷം നമുക്ക് വേണ്ടി നൽകിയ ഈ സേവനത്തിന് പ്രത്യേകം ഈ എല്ലാ കൂനമ്മാവിൻ്റെ എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയും നന്ദി അർപ്പിച്ചുകൊണ്ട് ജോബിയച്ചന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജോബിയച്ചനെ കുറിച്ച് ഒരു 3-4 വർഷമായിട്ട് ഞാൻ നേരിട്ട് അടുപ്പമുണ്ട്. അതിനു മുന്നേ കൂനമ്മാവിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള യേശുദാസ് പറപ്പിള്ളി അങ്ങനെയുള്ളവരെല്ലാം തന്നെ ജോബിയച്ചനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ജോബിയച്ചൻ എന്ന് പറയും, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഈ ചാവറ സ്വാതന്ത്ര്യം പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗോവ ഗവർണർ ശ്രീധരൻപിള്ള സാറ് ഇവിടെ വന്ന സമയത്താണ് എനിക്ക് കൂടുതലായിട്ട് അച്ഛനായിട്ട് ഇടപഴകാനായിട്ട് സാധിച്ചത്. തീർച്ചയായിട്ടും അച്ഛൻ ഈ നാടിൻ്റെ ഒരു കൈത്താങ്ങായിട്ട് നിൽക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. സ്നേഹം കൊണ്ടായാലും ഒരു സ്വാതന്ത്ര്യം കൊണ്ടായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവർത്തികളും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അത്തരത്തിലുള്ള മഹത് വ്യക്തിത്വങ്ങൾ നാട്ടിൽ ഉണ്ടാവുന്നത് തന്നെ നാടിനും നാട്ടാർക്കും എപ്പോഴും ഒരു ആശ്വാസത്തിൻ്റെ കണിക നൽകുന്നതാണ്. ഇന്നത്തെ ഈ പരിപാടി ഏറ്റവും ഗംഭീരമായിട്ട് സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈ പരിപാടി വച്ച സമയം തന്നെ ഏതാണ്ട് ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് ഇത്രയും ആളുകൾ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് ഈ പരിപാടി മഹത്തരമാക്കിയതിന് ഇതിൻ്റെ സംഘാടക സമിതിയോട് ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ്. ശ്രീ യേശുദാസ് പറപ്പിള്ളി, ഷാരോൺ പനക്കിൽ, അതേപോലെ നമ്മുടെ വാർഡ് മെമ്പർ എല്ലാവരും തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഈ പരിപാടി നാടിൻ്റെ ഒരു ഉത്സവമായിട്ട് അതിപ്രൗഢഗംഭീരമായിട്ട് നടത്താൻ സാധിച്ചതിൽ ഞാൻ അവരെ കൂടി അഭിനന്ദിക്കുകയാണ്. കൂനമ്മാവിലെ ജനങ്ങൾക്ക് ജോബിയച്ചൻ്റെ ആ കാരുണ്യസ്പർശം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അദ്ദേഹത്തിന് ഈ പ്രവർത്തനങ്ങൾ ഉത്തരോത്തരം തുടർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ട ആയുരാഗ്യ സൗഖ്യങ്ങൾ എല്ലാം നേർന്നുകൊണ്ടും ഞാൻ അമ്പാടി സേവാകേന്ദ്രത്തിൻ്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ ആശംസകൾ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജോബിയച്ചൻ ഈ പ്രദേശത്തെ ഈ നാടിൻ്റെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം കിട്ടിയിട്ടുള്ള ഒരു പുരോഹിതൻ കൂടിയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷതയും കൂടി അതിനകത്തുണ്ട്. ജോബി അച്ഛനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആ ഫോൺ അപ്പം എടുത്തിരിക്കും. ഇനി ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹം ബിസി ആണെങ്കിൽ നമ്മൾ തിരിച്ചു വിളിച്ചിരിക്കും. അങ്ങനെ ഒട്ടനവധി സവിശേഷതകളും ഒട്ടനവധി സുമനസ്സുകളെ സഹായിക്കുവാനുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളുടെ കണ്ണീരൊപ്പാനുള്ള ഒരു മനസ്സ് ജോബി അച്ഛനിൽ കൂടി നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പ്രത്യേകം ഓർക്കുകയാണ്. ഞാനെപ്പോഴും ഞങ്ങളൊക്കെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോൾ ഞങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് ജോബി അച്ഛൻ്റെ മാതൃകകളാണ്.
ജോബി അച്ഛൻ പരസ്യം ചെയ്തുകൊണ്ടല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തുന്നത്. അതെല്ലാം ഞങ്ങൾ ഓരോ പരിപാടികളിലും ഓരോ ആളുകൾ സഹായം ചോദിക്കാനൊക്കെ ഞങ്ങളടുത്ത് വരുമ്പോൾ ജോബി അച്ഛൻ്റെ ആ പ്രവർത്തന ശൈലി, ജോബി അച്ഛൻ കാണിക്കുന്ന ആ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ എല്ലാം മനസ്സിലേക്ക് ഓടി വരും. അപ്പം ഞങ്ങളെ കൊണ്ട് സഹായിക്കാൻ സാധിച്ചില്ലെങ്കിലും ഞങ്ങൾ വിളിച്ചാൽ സഹായിക്കുന്ന ഒട്ടനവധി ആളുകൾ ഉണ്ട്. അതിനകത്ത് ഏറ്റവും ആദ്യം തന്നെ വരുന്നത് ജോബി അച്ഛൻ തന്നെയാണ് ഞങ്ങൾ വിളിക്കുന്നത്. എന്ത് കേസുണ്ടെങ്കിലും ആ ജോബി അച്ഛനെ കൊണ്ട് സഹായിച്ചില്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിലേക്ക് ബന്ധപ്പെട്ട് ആ വരുന്ന ആളുകൾക്ക് സഹായങ്ങൾ കൊടുക്കുവാനുള്ള എല്ലാ സംവിധാനവും ജോബി അച്ഛൻ ഒരുക്കി തരും. അതുമാത്രമല്ല, ഒട്ടനവധി ആളുകളുടെ രോഗങ്ങൾ മൂലം ഹോസ്പിറ്റലിലെല്ലാം കിടക്കുമ്പോൾ അവിടെയെല്ലാം ബില്ലുകളെല്ലാം വരുമ്പോൾ ഏത് ഹോസ്പിറ്റലായാലും അവിടെയെല്ലാം അച്ഛൻ്റെ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ അച്ഛൻ്റെ ബന്ധങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം ആ ആളുകൾക്കെല്ലാം ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് രാജഗിരി ഹോസ്പിറ്റലായാലും അതുപോലെ തന്നെ ലിസി ഹോസ്പിറ്റലായാലും ഏത് ഹോസ്പിറ്റലായാലും ബന്ധമുള്ള ആ ബന്ധങ്ങളെല്ലാം ഉപയോഗിച്ച് അദ്ദേഹം അവർക്ക് എപ്പോഴും ഒരു കൈത്താങ്ങാവാറുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ പ്രയാസമുള്ള അല്ലെങ്കിൽ പഠന ചെലവുകൾ വഹിക്കാൻ പ്രയാസപ്പെടുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ വളരെ രഹസ്യമായിട്ട് അച്ഛനത് പറയും, അത് പരസ്യമൊന്നും ആക്കണ്ട എന്ന് പറയും. വളരെ രഹസ്യമായിട്ട് അച്ഛൻ്റെ കയ്യിലേക്ക് ആ പേര് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അച്ഛൻ ആ കുട്ടികൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അച്ഛൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ITL ആണെങ്കിലും അതുപോലെ തന്നെ ചാവറ ദർശനിലാണെങ്കിലും അച്ഛനായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏത് സ്കൂളിലായാലും ശരി അച്ഛൻ നോ പറയാറില്ല. എന്ത് കാര്യം പറഞ്ഞാലും അച്ഛൻ യെസ് മാത്രമേ പറയാറുള്ളൂ. വളരെ സൗമ്യമായിട്ട് എല്ലാവരോടും ആദരിച്ച് എല്ലാവരോടും വളരെയധികം സ്നേഹത്തോടുകൂടി വളരെയധികം ബഹുമാനത്തോടുകൂടി പ്രവർത്തിക്കുന്ന ആ ഒരു ശൈലി നമ്മളങ്ങനെ എല്ലാവരിലും നമുക്ക് കാണാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ ജോബി അച്ഛനൊക്കെ ആയിട്ട് പലപ്പോഴും പല കാര്യങ്ങളൊക്കെ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മാത്രമല്ല. പക്ഷേ ജോബി അച്ഛൻ്റെ ശൈലി നിങ്ങൾക്കറിയാം. ഏത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും വളരെയധികം പോസിറ്റീവായിട്ട് വളരെയധികം ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് വിഷമം തട്ടുന്ന ഒരു മറുപടി അച്ഛൻ്റെ നിന്ന് ഉണ്ടാകാറില്ല നമുക്ക്. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്ന ജോബി അച്ഛൻ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഈ നാടിനും അതുപോലെ തന്നെ മറ്റുള്ള ഒട്ടനവധി ആളുകൾക്ക് സഹായങ്ങളും എല്ലാം കൊടുത്ത് അച്ഛനോട് പ്രത്യേകം പറയുന്നു, അച്ഛാ ഞങ്ങൾക്കെല്ലാം ഈ പ്രദേശത്തിന് വേണ്ടി ഞങ്ങളുടെ വള്ളുവള്ളി കൂനമ്മാവ് പ്രദേശത്തെ ഒട്ടനവധി ആളുകൾക്ക് സഹായങ്ങൾ, കണ്ണീരുമായിട്ട് വരുന്ന ആളുകളെ ആ കണ്ണീര് ഒപ്പിക്കൊടുക്കുവാനുള്ള ആ മനസ്സ് അച്ഛനിലുണ്ടായത് ഞങ്ങളെല്ലാം ഭാഗ്യമായിട്ട് തോന്നുന്നു. ഞങ്ങൾക്കെല്ലാം അച്ഛനോട് ഏത് രീതിയിലാണ് ഞങ്ങൾക്ക് നന്ദി പറയേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. ഈ വാക്കുകളിൽ കൂടി മാത്രമാണ് നമുക്ക് നന്ദി പറയാനുള്ളത്. അതുകൊണ്ട് അച്ഛനോട് ഒരിക്കൽ കൂടി പറയുന്നു, ഞങ്ങളുടെ ഈ പ്രദേശത്ത് നിന്ന് വന്ന ഒട്ടനവധി നിരാലംബരായ ആളുകളെ സഹായിച്ചതിന്, ഒട്ടനവധി കുടുംബങ്ങളെ സഹായിച്ചതിന്, ഒട്ടനവധി കുട്ടികളെ സഹായിച്ചതിന്, ഈ പ്രദേശത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ഉത്സാഹമായിട്ട് വളരെയധികം ആത്മാർത്ഥമായിട്ട് സഹായിച്ച ആ ജോബി അച്ഛനുള്ള നന്ദിയും കടപ്പാടും ഞങ്ങൾക്കെല്ലാം ചെയ്തു തന്നിട്ടുള്ള എല്ലാ സേവനങ്ങൾക്കും ഈ അവസരത്തിൽ അച്ഛനെ ഞങ്ങൾക്ക് കൊടുക്കുവാനുള്ളത് ഈ നല്ല വാക്കുകൾ മാത്രമാണ്. അച്ഛൻ ചെയ്തു തന്നിട്ടുള്ള എല്ലാ പുണ്യപ്രവൃത്തിക്കും വളരെയധികം സ്നേഹത്തോടുകൂടി വളരെയധികം ആദരവോടുകൂടി അച്ഛനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാനിവിടെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു, പുരോഹിതൻ എന്ന വാക്കിന് അർത്ഥം എന്താണ്. കുറെ കാലമായി ഞാനതിങ്ങനെ പരതുന്നു. ഞാൻ കണ്ടുപിടിച്ച അർത്ഥം ഇതാണ്: ഹിതകരമായതിനെ പുരോഗമിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ പുരോഗമനം ചെയ്യിക്കുന്നവൻ. വീണ്ടും ഞാൻ അന്വേഷിച്ചു, എന്താണ് ഈ ഹിതം. ശബ്ദധാരാവലിയൊക്കെ പറയുന്നത്
ഹിതമെന്ന വാക്കിനർത്ഥം ഇഷ്ടമെന്നാണ്. പക്ഷേ ഞാനത് വിശ്വസിക്കുന്നില്ല. ഹിതമെന്ന വാക്കിന് ഇഷ്ടം എന്നതിനപ്പുറം വിശുദ്ധിയാർന്ന മറ്റൊരർത്ഥമുണ്ട്. ഹിതമെന്ന വാക്ക് ഇഷ്ടം എന്ന് നമ്മൾ ചെറുതാക്കി പറയുമ്പോൾ നമ്മളതിൻ്റെ നാനാർത്ഥങ്ങളിലേക്കും അതിൻ്റെ വിശദാംശങ്ങളിലേക്കും പോകേണ്ടതുണ്ട്. നമുക്കറിയാം, ഒരു കുട്ടിക്ക് ഇഷ്ടം മണ്ണുവാരി തിന്നാനായിരിക്കും. പക്ഷെ നമ്മളാരും ആ കുട്ടിക്ക് ഇഷ്ടം മണ്ണുവാരി തിന്നാനാണ്, അതുകൊണ്ട് ഇത്തിരി മണ്ണുവാരി പഞ്ചസാര ചേർത്ത് കൊടുത്തേക്കാം എന്ന് നമ്മൾ ആരും കരുതാറില്ല. അതിൻ്റെ പല്ലിൻ്റെ കിരികിരിപ്പ് മാറ്റാൻ റസ്കോ ബിസ്ക്കറ്റോ ഒക്കെ നമ്മൾ കൊടുക്കും. ഗർഭിണിയായൊരു സ്ത്രീക്ക് ഇഷ്ടം കളിമണ്ണും കമ്പോടും പുളിമാങ്ങയും ഒക്കെ തിന്നാനായിരിക്കാം. പക്ഷെ എൻ്റെ മോൾക്ക് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് കളിമണ്ണ് തിന്നാനാണ് ആഗ്രഹം, അതുകൊണ്ട് കുറച്ച് ഇഷ്ടിക ജാം തേച്ച് കൊടുക്കാം എന്നാരും കരുതാറില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാകും, ഹിതകരമായതാണ് ആ കുട്ടിക്കോ അല്ലെങ്കിൽ ആ ഗർഭിണിക്കോ കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, ഒരു സമൂഹത്തിന്റെ ഇഷ്ടം നിറവേറ്റുക എന്നതിനപ്പുറം ഹിതകരമായതിനെ പുരോഗമനം ചെയ്യിക്കുക എന്നതാണ് ആ വലിയ വിശുദ്ധിയാർന്ന ഒരു ദൗത്യം എന്നതാണ്. ആ മഹത്തായ ദൗത്യം നിറവേറ്റിയ ഒരു മഹാമനീഷി എന്ന നിലയിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്, ഇതൊരു യഥാർത്ഥ പുരോഹിതനാണ്. ഞാൻ എൻ്റെ നാടിനെ കുറിച്ചും ഇന്നിവിടെ ഇത് സംഘടിപ്പിച്ച പൗരാവലിയുടെ നേതൃത്വം ഏറ്റെടുത്തവരെ കുറിച്ചും അഭിമാനിക്കുകയാണ്. കാരണം നമുക്കറിയാം, ആദരാഞ്ജലി എന്ന് പറയുന്ന ഒരു മലയാള വാക്ക് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു കാലമാണിത്. ആദരാഞ്ജലി എന്ന് പറഞ്ഞാൽ ആദരവോടെയുള്ള കൂപ്പുകൈ എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. പക്ഷേ ഒരു ശരാശരി മലയാളി അതൊരാൾ മരിച്ചാൽ മാത്രമേ നൽകുകയുള്ളൂ. അത് വേലിപ്പടർപ്പിലും മരണവീടിന്റെ മുൻപിലും തൂക്കാനുള്ള ഒരു ശീല ഫലകമാണെന്ന് മാത്രം കരുതുന്നവരാണ് നമ്മൾ. അതിനപ്പുറം ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി, ജ്വലിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി ഈ ആദരവ് ഇവിടെ സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരെ സഹർഷം ഞാൻ അഭിനന്ദിക്കുകയാണ്. പിന്നെ മലയാളിയുടെ ഒരു ശരാശരി ശീലമാണ്. നമുക്കറിയാം, ബംഗാളും കേരളവും ഒരുപാട് സമാനതകളുള്ള നാടാണ്. ബംഗാളികൾ പറയും, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു സിനിമയുടെ പ്രതിഭയുണ്ട്, അത് സത്യജിത്രയാണ്. ഞങ്ങൾക്കൊരു സംഗീത പ്രതിഭയുണ്ട്, അത് അതുപോലെയുള്ള പണ്ഡിറ്റ് രവിശങ്കറാണ്. ഞങ്ങൾക്കൊരു കവിയുണ്ട്, അത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഞങ്ങൾക്കൊരു ശാസ്ത്രജ്ഞനുണ്ട്, അത് ജഗദീഷ് ചന്ദ്രബോസാണ്. ഞങ്ങൾക്കൊരു രാഷ്ട്രീയക്കാരനുണ്ട്, അത് സുഭാഷ് ചന്ദ്രബോസാണ്. പക്ഷെ മലയാളി എവിടെയെങ്കിലും ഞങ്ങളുടെ അഭിമാനമെന്ന് ചൂണ്ടിക്കാണിച്ച് ആരെയും പരിചയപ്പെടുത്താറില്ല. അത് മലയാളിയുടെ മാത്രം ശീലമാണ്. അതിവിടെ തിരുത്തപ്പെടുകയാണ്, അതിവിടെ തിരുത്തി കുറിക്കുകയാണ്. അത് തിരുത്തിയ എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട്, എൻ്റെ നാട്ടുകാരോട്, എൻ്റെ സഹപ്രവർത്തകരോട് ആയിരം നന്ദി പറയുന്നു. അഭിമാനത്തോടെ അവരെ ഞാൻ നെഞ്ചിലേറ്റിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അച്ഛന് ആശംസകൾ അർപ്പിക്കാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അച്ഛനുമായി സഹകരിച്ച് വിവിധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ജൻശിക്ഷൺ സംസ്ഥാൻ. ജൻശിക്ഷൺ സംസ്ഥാൻ നിങ്ങൾക്കറിയാവുന്ന പോലെ അതൊരു സർക്കാർ സംഘടനയാണ്. സംഘടന വിവിധ വൊക്കേഷണൽ സ്കിൽസിൽ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ ജില്ലയിലുള്ള വിവിധങ്ങളായ ഏജൻസികളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് സാധാരണക്കാരായ അല്ലെങ്കിൽ പാവപ്പെട്ടവരായ ജനങ്ങൾക്ക് പരിശീലനത്തിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യം ഒരുക്കുന്നത്. അത് ഓരോ പ്രദേശത്ത് നൽകണമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പ്രദേശങ്ങളിലെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിക്കാൻ വിട്ടു തരുമ്പോഴാണ് പരിശീലനം വിജയകരമായി നടത്താൻ കഴിയുകയുള്ളൂ. ഞാൻ ആദ്യകാലത്ത് കോണ്ടാക്ട് ചെയ്ത ഒരു വന്ധ്യ വ്യക്തിത്വമായിരുന്നു ജോബി അച്ഛൻ്റേത്. അച്ഛൻ നല്ല തുറന്ന മനസ്സോടെ എന്ത് പ്രവർത്തനവുമായിട്ടും സഹകരിക്കാമെന്ന്
ഏറ്റെടുക്കുകയും ആദ്യകാലങ്ങളിലൊക്കെ രാത്രി ബാച്ച് പോലും നടത്താൻ ITI നമുക്ക് വിട്ടുതരികയും ഒക്കെ ചെയ്തിരുന്നു. നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കാലയളവിലാണ് സാന്ത്വന സ്പർശമായി പ്രളയകാലത്തും കോവിഡ് കാലത്തൊക്കെ അച്ഛൻ വീണ്ടും വന്നത്. ഞാൻ അച്ഛനെ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ. അത് അച്ഛൻ്റെ സ്റ്റാഫായാലും അല്ലെങ്കിൽ അച്ഛൻ നടത്തുന്ന സ്ഥാപനങ്ങളായാലും അവിടുത്തെ വിദ്യാർത്ഥികളായാലും അവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്നതാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ക്രിയ ചെയ്ത് അച്ഛൻ ആ പ്രവർത്തനം അങ്ങ് നടത്തും. അന്ന് മറ്റുള്ളവരൊക്കെ ഇതിൻ്റെ ഇങ്ങനെ ചെയ്താൽ ആ നൂലാമാല ഉണ്ടാവോ ഈ നൂലാമാല ഉണ്ടാവോ എന്ന് വെച്ചിട്ട് ആ റെഡ് ടൈപ്പിസത്തിലേക്ക് പോകുമ്പോൾ അച്ഛൻ ആ ടൈപ്പൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞ് ഏറ്റവും എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്തി ഇങ്ങനെയാണ് ഇത് നടത്തുക, ഇതാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാനുള്ളൊരു വഴി എന്ന് എല്ലാവരെയും കാണിച്ചു തരുന്ന ഒരു ബഹുമാന വ്യക്തിത്വമാണ് അച്ഛൻ്റേത്. ഞാൻ പലതും പഠിച്ചിട്ടുണ്ട് അച്ഛൻ്റെ നിന്ന്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വേദിയും ഇങ്ങനെ ഒരു അവസരവും ഞങ്ങൾക്കും അഭിമാനദായകവും സന്തോഷദായകവുമാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ജൻശിക്ഷൻ സംസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല എൻ്റെ വ്യക്തിപരമായ പേരിലും കൂടുതൽ ആശംസിക്കുന്നതോടൊപ്പം ഞാൻ അച്ഛന് മെമൻറ്റോ കൊടുത്തപ്പോൾ പറയണ്ടായി, അച്ഛൻ്റെ ഗോൾഡൻ ജൂബിലിയും പ്ലാറ്റിനം ജൂബിലിയും ഈ കൂനമാവിൽ തന്നെ ആചരിക്കാൻ ഇവിടുത്തെ എല്ലാവരും ഉണ്ടാവട്ടെ, ആരോഗ്യത്തോടെയും ദീർഘായുസോടെയും എല്ലാവരും ഉണ്ടാവട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് തന്നെ തുടർന്നുള്ള അച്ഛൻ്റെ പ്രവർത്തനങ്ങളിൽ ഭാഗമാവാനും, അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും എനിക്കും അറിയാവുന്നതുപോലെ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരുന്ന പ്രവർത്തനങ്ങളാണ് അച്ഛൻ ചെയ്യുന്നത്. സാധാരണ ഒരു വ്യക്തിക്ക് പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷേ ഒരു സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പലായിരിക്കുക അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ സാരഥി ആയിരിക്കുക എന്നതിലപ്പുറത്തേക്ക് പൊതുജനങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും ആ ഒരു കൺസ്ട്രെയിൻറ്റ് മാറ്റിവെച്ച് ഒരു നല്ല സംഘാടകനും ഒരു നല്ല മനുഷ്യനും ഒരു പുരോഹിതൻ എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മുന്നിട്ടിറങ്ങുന്ന ഒരു അച്ഛനെ പല വേദികളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഈ വൈകിയ വേളയിലും കുറേ പേര് അച്ഛന് ഇവിടെ ഇരിക്കുന്നതും അച്ഛനോടുള്ള ആദരവും ബഹുമാനവും കാണിക്കുന്നതിനും അച്ഛന് വ്യക്തിപരമായും കൂട്ടായും ആശംസകൾ അർപ്പിക്കുന്നതിനും വേണ്ടിയാണ്. തീർച്ചയായും ഇങ്ങനെ ഒരു അവസരത്തിൽ ഈ പരിപാടിയുടെ ഭാഗമാവാനും നേരിട്ട് അച്ഛനെ കണ്ട് ആശംസകൾ അർപ്പിക്കാനും കഴിഞ്ഞ അവസരത്തെ പ്രതി ജൻശിക്ഷൻ സംസ്ഥാനൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും അച്ഛനോടും ഈ സംഘാടക സമിതിയോടുമുള്ള എൻ്റെ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം അച്ഛൻ്റെ തുടർന്നുള്ള വഴികളിൽ നമുക്ക് ഈ അച്ഛൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് ചെയ്യാനും കൂടെ എല്ലാവരും മുന്നിട്ട് വരണം. പല പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള വലിയ എഫേർട്സ് ഉണ്ട്, അതെടുക്കാനും കൂടെ ആളുകൾ ആവശ്യമുണ്ട്. ഈ ആനുകൂല്യങ്ങളും നേടാൻ ഒരുപാട് ആളുകൾ സന്തോഷമായിരിക്കുമല്ലോ, സ്വാഭാവികമാണല്ലോ, അത് മാനുഷികമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ഒരു പ്രിൻസിപ്പലായിരുന്നു, അതോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജറായിരിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ തലപ്പത്തിരിക്കുന്നു, അതിനപ്പുറത്തേക്കാണ് അച്ഛൻ പൊതുജന നന്മ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പുരോഹിതൻ്റെ ആത്മീയ പ്രവർത്തനത്തിനുപരി ഒരു ആത്മീയ ഇടയൻ, ആത്മീയ നായകൻ എന്നതിലും വളരെ വ്യത്യസ്തമായി ഒരു ലാഭേച്ഛയുമില്ലാതെ സാധാരണഗതിയിൽ രാഷ്ട്രീയം ഒക്കെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തുടർന്നുള്ള ജനപ്രതിനിധി ആവുക എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ജനങ്ങളുമായിട്ട് നല്ല ബന്ധം അവർ സൂക്ഷിക്കും. പക്ഷേ പ്രത്യേകിച്ച് യാതൊരു ലക്ഷ്യങ്ങളുമില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മുന്നിട്ട് വരികയും അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും അതിൻ്റെ എല്ലാ വേദനകളും അതിൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും ഏറ്റെടുക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും അത് വിജയിപ്പിച്ചെടുക്കുന്ന ആ ഒരു സമയത്ത്, ആ ഒരു മുഹൂർത്തത്തിൽ അതാണ് എൻ്റെ സംതൃപ്തി എന്ന് പറയുകയും ചെയ്യുന്ന ജോബി അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെയും ആദരവോടെയും നമിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകളെ നിർത്തുന്നു. നന്ദി. ഞാനിവിടെ നിൽക്കുമ്പോൾ വളരെ പരിചിതമായിട്ടുള്ള എല്ലാ മുഖങ്ങളുമാണ് എൻ്റെ മുമ്പിൽ ഉണ്ടായിരിക്കുക. പേരെടുത്ത് പറഞ്ഞാൽ സമയം നീളുന്നതുകൊണ്ട്
ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് നന്ദി പറയുന്നത് പോലെ ഈ ഒരു നന്ദി പ്രകാശനം ഞാൻ ആഗ്രഹിക്കുക. ജൂബിലിയെക്കുറിച്ച്, ആദരവിനെക്കുറിച്ചൊക്കെ പല പ്രാവശ്യം പലരും സൂചിപ്പിച്ചപ്പോൾ അത് വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനമായപ്പോഴേക്കും ഞങ്ങളെ അതിന് അനുവദിക്കണം എന്നുള്ള ഒരു ആവശ്യപ്രകാരം വീണ്ടും എന്നെ സമീപിച്ചു. ഇനി അതിലൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ അവർ അത് പറഞ്ഞതിൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ അവരുടെ ഇഷ്ടത്തിന് നമ്മളൊരു നാടിൻ്റെ ഒരു ആഗ്രഹം ആവശ്യമായിട്ട് കണ്ട് അത് ഇത്രയും വലിയൊരു ആദരവാകും എന്ന് ഞാൻ കരുതിയില്ല. നമ്മൾ സാധാരണ 50 100 പേരൊക്കെ ഒരുമിച്ച് കൂടി ഒരാശംസയൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന രീതിയിൽ ആണ് എന്ന് വിചാരിച്ചെങ്കിലും അത് ആരംഭിച്ച് കഴിഞ്ഞപ്പോൾ വളരെ വിപുലമായിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ച് വളരെ ക്രമമായിട്ടുള്ള പ്രവർത്തനം 20 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയുടെ നാടിനെ പ്രതിനിധീകരിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഇന്നത്തെ ഈ മനോഹരമായിട്ടുള്ള ആഘോഷങ്ങൾ ഇവിടെ നടക്കുക. ഞാൻ കൂനമ്മാവിൽ വരിക 93 ആദ്യമായിട്ട്. ഇടയ്ക്ക് പിന്നെ പഠനമൊക്കെ ആയിട്ട് മാറിയെങ്കിലും അന്ന് വരുമ്പോൾ വളരെ ചെറുപ്പത്തിലെ ഈ നാട്ടിലേക്ക് കടന്നു വന്ന് ഇവിടെ ഈ ജനങ്ങളുടെ കൂടെ ആയിരുന്നു കൊണ്ട് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരാളുടെ ഒരു മെസ്സേജ് ഞാൻ കണ്ടു. അവരിട്ടിരിക്കുന്നത് എല്ലാവരും ഉപദേശിച്ചിരിക്കുന്നു, നമ്മുടെ കൂടപ്പറപ്പായ ജോബി അച്ഛൻ്റെ ജൂബിലിക്ക് നമ്മളെല്ലാവരും എത്തിച്ചേരണം എന്നത്. അപ്പോൾ ഈ നാടിൻ്റെ ഒരു അംഗത്തെ പോലെ, നിങ്ങളുടെ കുടുംബത്തിലൊരു അംഗത്തെ പോലെ കണ്ടതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ നാട് ഈ ഒരു ആദരവ് എനിക്ക് നൽകുക. ഇന്ന് രാവിലെ ഞാൻ ആശ്രമത്തിൽ വിശുദ്ധ കുർബാന കഴിഞ്ഞപ്പോൾ ഒരു ബെല്ലടിച്ച് ഒരാൾ എന്നെ കാണാൻ വന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് അച്ഛന് വേണ്ടി ഞാൻ കൊണ്ടുവന്ന സമ്മാനമാണ് ഇത്, ഇന്ന് ജൂബിലിക്ക് അച്ഛനത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അതാണ് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഉടുപ്പ്. ഈ ഉടുപ്പും നാട്ടുകാരുടെ സ്നേഹത്തിൻ്റെ ഉടുപ്പില്ലാത്തത് കൊണ്ടല്ല, ഞാൻ വേറെയൊക്കെ അലക്കി തേച്ചൊക്കെ വെച്ചെങ്കിലും അവർ എങ്ങനെയോ എന്നറിയില്ല, എൻ്റെ അളവുകളൊക്കെ കൃത്യമായിട്ട് ഒരു വ്യത്യാസമില്ലാത്ത രീതിയിൽ നാട്ടുകാർ അത് കൃത്യമായിട്ട് തയ്ച്ച് രാവിലെ എന്നെ കൊണ്ട് നേപ്പിക്കുകയാണ്. അപ്പം അതിലൂടെയൊക്കെ പ്രകടമാകുന്നത് ഈ നാടിൻ്റെ ഒരു സ്നേഹവും കരുതലുമൊക്കെയാണ്. ഞാൻ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ ഈ രീതിയിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആകാനായിട്ട് വളർത്തിയിട്ടുള്ളത് ഈ നാടാണ്. ആദ്യമായിട്ട് ഒരിക്കലും ഞാനിവിടെ ഈ ഒരു സ്ഥലത്തേക്ക് കടന്നു വരുമെന്നുള്ള ഒരു ചിന്ത ഞാൻ പഠിച്ച കാലത്തോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു നിർബന്ധം പോലെയാണ് ഞാൻ ഇവിടേക്ക് കടന്നു വരിക. അതിനുശേഷം സേവാഗ്രാമിലായപ്പോഴും അവിടെയും ഒക്കെ എന്നെ നിർബന്ധിച്ചതുപോലെയാണ് ഇവിടേക്ക് പറഞ്ഞുവിടുക. അധികാരികൾ പറയുന്നത് കേട്ട് കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഇവിടെ കടന്നു വന്ന് ഇവിടുത്തെ ഈ ഒരു നാടിൻ്റെ ഭാഗമായിട്ട് തീരുവാനായിട്ട് ദൈവത്തിൻ്റെ ഒരു ഹിതം ഓരോരുത്തരെ സംബന്ധിച്ച് ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയുണ്ട്. ജീവിതത്തിൻ്റെ 25 വർഷങ്ങൾ ഒരു നാട്ടിൽ ആ ജനങ്ങളോടൊപ്പം ജീവിച്ച് അവരിൽ ഒരാളായി മാറി അവരുടെ ഹൃദയങ്ങളിൽ, ഒരു വൈദികനെ സംബന്ധിച്ച് ജനഹൃദയങ്ങളിൽ സ്ഥാനം കിട്ടുക എന്നുള്ളത് വലിയ ഒരു കാര്യം തന്നെയാണ്. മറ്റെന്തൊക്കെ ആഘോഷങ്ങളുണ്ടെങ്കിലും നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ ആയിരിക്കുന്ന നമ്മുടെ കൂടെയുള്ള മനുഷ്യരുടെ ഹൃദയങ്ങളിൽ അവർ നമ്മളെ ആദരിക്കുക എന്നുള്ളത് വളരെയേറെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 25 വർഷവും ആയുസ്സിന് നമ്മൾ ആയുസ്സെടുക്കുമ്പോൾ ഏറ്റവും നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഒരു കാലഘട്ടമാണ് ഈ ചെറുപ്പത്തിലെ ഒരു 25 വർഷം. ആ ഒരു 25 വർഷവും ഈ നാട്ടിൽ ചെലവഴിക്കാൻ സാധിച്ചു എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഞാൻ കാണുകയും ഈ അവസരത്തിൽ ദൈവത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സഭയുടെ നിയമം അനുസരിച്ച് 6, 9, 10 വരെയൊക്കെയാണ് പരമാവധി ഒരാൾക്കൊരു സ്ഥലത്ത് ആയിരിക്കുവാൻ സാധിക്കുക. പക്ഷേ മാറി മാറി വരുന്ന അധികാരികൾ അവരുടെ വിശ്വാസവും ഒരുപക്ഷെ സഭയുടെ ആവശ്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഏതാണ്ട് 23 വർഷത്തോളം തുടർച്ചയായിട്ട് ഈ സ്ഥാപനത്തിൽ ആയിരിക്കുവാനായിട്ട് നിയോഗിച്ച എല്ലാ അധികാരികളെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ്. അതുപോലെ ഈ ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങൾ നൽകിയിട്ടുള്ള സ്നേഹവും കരുതലും നിങ്ങളുടെ പ്രോത്സാഹനവുമൊക്കെയാണ്. അങ്ങനെ ഒത്തിരിയേറെ വലിയ ഒരു സുഹൃത്ത് ബന്ധം. ആരെ വിളിച്ചാലും നമുക്ക് ഏത് ആവശ്യത്തിനും ഏത് കാര്യത്തിനും നമ്മുടെ കൂടെ വലിയൊരു
ജനം ഉണ്ട് എന്നുള്ള വലിയൊരു വിശ്വാസം. ഈ ഒരു 23 വർഷം എടുക്കുമ്പോഴും നമ്മൾ ആരോടും പരുഷമായിട്ട് സംസാരിക്കേണ്ട, ഒരു വെറുപ്പോ വിദ്വേഷവും ഇല്ലാതെ എല്ലാവരെയും ഒരേപോലെ കാണാൻ സാധിക്കുന്ന, സ്നേഹത്തോടുകൂടി മറ്റുള്ളവരെ സഹായിക്കാൻ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഈ പല കാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഒത്തിരി പേരുടെ സഹായവും സപ്പോർട്ടും കൈത്താങ്ങും, ഞാൻ മാത്രമല്ല. അപ്പോൾ അതിൽ നമ്മുടെ ടോമിസിന് ഇവിടെ ഇരിപ്പുണ്ട്. അച്ഛൻ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരുന്ന സമയത്ത് അച്ഛന് വലിയ ഒരു സപ്പോർട്ടും ഒക്കെ ഈ സ്വാതന്ത്ര്യം പദ്ധതിക്ക്, കാരുണ്യ പദ്ധതിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ നാട് മുഴുവൻ കാണിക്കുന്ന ഒരു സ്നേഹത്തിന് ഇവിടെയുള്ള സ്കൂളുകളായാലും വ്യക്തികളായാലും രാഷ്ട്രീയ രംഗത്തെ വ്യക്തികൾ ആരായിരുന്നാലും അവരൊക്കെ നൽകുന്ന സ്നേഹവും കരുതലും ഒക്കെ വളരെയേറെ ഞാൻ വിലമതിക്കുകയും ഈ ഒരു ഇന്നത്തെ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് ആയിത്തീരുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ എന്നെ വളർത്തുകയും ചെയ്യുന്ന നാടാണ്. അപ്പോൾ ഒരുപക്ഷെ ഞാൻ ഇനി എവിടെ പോയാലും ജീവിതത്തിൽ വൈദികനായ ശേഷം ചെലവഴിച്ച 25 വർഷങ്ങൾ അതൊരിക്കലും നമുക്ക് മറക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ കമ്മിറ്റി തന്നെ പറഞ്ഞു, നാട്ടിൻ്റെ ഒരു ഭാഗമായി തീരുക എന്നുള്ളത്, ജനങ്ങളുടെ ഹൃദയത്തിൽ അവർക്ക് ആദരവുണ്ടാകുക എന്നുള്ളത്, മറ്റുള്ളവരുടെ വേദനകളും കഷ്ടപ്പാടിലും നിങ്ങളോടുകൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുക എന്നുള്ളത് വലിയ ഒരു സന്തോഷത്തിൻ്റെ അവസരമാണ്. ഒത്തിരിയേറെ വ്യക്തികൾ ഇവിടെ ആയിട്ടുണ്ട്. ഈ ജൂബിലി ആഘോഷം മനോഹരമാക്കുവാനായിട്ട് രാപകൽ അധ്വാനിച്ച ഒത്തിരിയേറെ ജൂബിലി കമ്മിറ്റിയുണ്ട്, നാട്ടുകാരെല്ലാവരും ഉണ്ട്. നേരിട്ടും അല്ലാതെയും ഇതിനു വേണ്ടി പരിശ്രമിച്ച ഒത്തിരിയേറെ വ്യക്തികളുണ്ട്. അപ്പോൾ ഈ ജൂബിലി ആഘോഷത്തിൽ ഇവിടെ പങ്കെടുത്ത എല്ലാവരും എന്നോടുള്ള സ്നേഹവും കരുതലുമൊക്കെ കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വന്ന എല്ലാവരും തിരക്കുള്ള വ്യക്തികളാണ്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഇന്നലെ വൈകുന്നേരമാണ് ദുബായിൽ നിന്ന് എത്തിയത്. നാളെ രാവിലെ അദ്ദേഹം ജർമ്മനിക്ക് പോവുകയാണ്. അപ്പോൾ അത്രയേറെ തിരക്കുണ്ടായിട്ടും ഈ ജൂബിലിയിൽ ഞാൻ പങ്കെടുക്കും എന്നുള്ള ആ ഒരു നിർബന്ധത്തോടു കൂടി കഴിഞ്ഞ 23 വർഷത്തെ ബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ സാർ ഇവിടെ എത്തിയിരിക്കുക. അതുപോലെ ബഹുമാനപ്പെട്ട മന്ത്രി, അദ്ദേഹം ഇന്ന് മണ്ഡല പര്യടനമാണ്, കുന്നത്ത് നാട്ടിലാണ്, അവിടുന്നാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പം അദ്ദേഹം രാവിലെ വിളിച്ചിരുന്നു, ഞാൻ തിരക്കാണെങ്കിലും പരമാവധി ഞാൻ ഓടിയെത്താനായിട്ട് പരിശ്രമിക്കും എന്നുള്ളത്. നമ്മുടെ ബഹുമാനപ്പെട്ട MP ശ്രീ ഹൈബി ഈഡൻ അദ്ദേഹം ഇവിടെ വന്ന് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിച്ചു. അദ്ദേഹം ഒത്തിരിയേറെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ്. നമ്മൾ എറണാകുളത്തൂടെ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒത്തിരിയേറെ ഫോട്ടോ വെച്ച കാരുണ്യ പദ്ധതികളും പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഉല്ലാസ് തോമസ്, അദ്ദേഹവും തിരക്കിനിടയിൽ ഇവിടെ വന്ന് ആശംസകൾ അർപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ 4 വിശിഷ്ട വ്യക്തികളെയും ഞാൻ ഏറെ നന്ദിയോടെ സ്നേഹത്തോടെ ഈ വേദിയിൽ അനുസ്മരിച്ചുകൊണ്ട് അവർക്ക് പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുകയാണ്. CMC വിമല പ്രൊവിൻസിൻ്റെ മദർ പ്രൊവിൻഷ്യൽ ബഹുമാനപ്പെട്ട സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ ഇവിടെ വന്ന് അനുഗ്രഹ പ്രഭാഷണം നടത്തി. പ്രൊവിൻഷ്യൽ അമ്മ വളരെയേറെ തിരക്കുകളുണ്ടെങ്കിലും ഏതാണ്ട് പ്രോഗ്രാമിൻ്റെ അവസാനം വരെ ഇവിടെ കാത്തിരിക്കുകയുണ്ടായി. അതുപോലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും അവിടെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഈ പരിപാടിക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും സഹായങ്ങളും കൊടുക്കുവാനായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അമ്മയെ ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. നമ്മുടെ കൊച്ചാൽ പള്ളിയിലെ വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട ജോൺ തെക്കനച്ചൻ, സെൻറ് ജോസഫ് ആശ്രമത്തിൻ്റെ പ്രയർ ബഹുമാനപ്പെട്ട മാർട്ടിൻ മുണ്ടാടനച്ചൻ, രാജഗിരി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ടോമി കൊച്ചലഞ്ഞിക്കലച്ചൻ, നമ്മുടെ കോട്ടുവള്ളി പഞ്ചായത്തിൻ്റെ ആരാധനായ പ്രസിഡന്റ് ശ്രീ കെ ഷാജി, ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രമ്യ തോമസ്, ശ്രീ ആന്റണി കോട്ടയ്ക്കൽ, ശ്രീ ബിജു പഴമ്പള്ളി, ശ്രീ VH ജമാൽ, ശ്രീ KA അഗസ്റ്റിൻ, ശ്രീ B ജയപ്രകാശ്, ഇങ്ങനെ ആശംസകൾ അർപ്പിച്ച ഏവരെയും ഏവർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും നമ്മുടെ കൊച്ചിയുടെ ആരാധനായ മേയർ അഡ്വക്കേറ്റ് അനിൽകുമാർ സാറ് വളരെയേറെ തിരക്കിൻ്റെ ഇടയിലും ആശംസകൾ അർപ്പിക്കുവാൻ ഇവിടെ ഓടിയെത്തി. അദ്ദേഹത്തെ ഏവരുടെയും പേരിൽ അദ്ദേഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുകയാണ്. ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുള്ള ജോസഫ് സ്റ്റാൻലി സാറ് സ്കിപ്പിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയ KCBCയുടെ ലേബർ കമ്മീഷൻ സെക്രട്ടറി പ്രസാദ് ജോസഫ് അച്ഛനെയും നന്ദിയോടെ അനുസ്മരിക്കുകയാണ്.
ഇന്നത്തെ ഈ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് നമ്മുടെ പ്രധാനമായിട്ടും ചാവറ സ്പെഷ്യൽ സ്കൂളിലെ PTA പ്രസിഡന്റ് ഇവിടെ ഇരിപ്പുണ്ട്, രക്ഷകർത്താക്കളുണ്ട്, ടീച്ചേഴ്സുണ്ട്, കുട്ടികളുണ്ട്. അവർ ഇതിനു വേണ്ടി കുറേ ദിവസങ്ങളായിട്ട് അവർ പരിശ്രമിക്കുന്നുണ്ട്. അതുപോലെ ITL അധ്യാപകർ, വിദ്യാർത്ഥികൾ, ചാവറ ദർശൻ സ്കൂള്, സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി UP സ്കൂളുകൾ, ബഹുമാനപ്പെട്ട വൈദികർ, സിസ്റ്റേഴ്സ്, ഇവരെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ ഞാൻ ഓർക്കുകയും അവരുടെ സ്നേഹത്തിനും ഔദാര്യത്തിനും ഈ പരിപാടി വിജയിപ്പിക്കുവാൻ അവർ നൽകിയിട്ടുള്ള എല്ലാ സഹായങ്ങൾക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ ഈ ജൂബിലിയുടെ സ്മാരകമായിട്ട് അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് മനോഹരമായ ഒരു ഭവനം നൽകുന്നു എന്നുള്ള വളരെയേറെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എനിക്ക് വേണ്ടി അല്ലെങ്കിൽ ഞാൻ ജൂബിലി ആഘോഷിക്കുന്ന അവസരത്തിൽ ഈ ജൂബിലി ആഘോഷ കമ്മിറ്റി അവർ വളരെയേറെ ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് പലരെയും സമീപിച്ച് വളരെ മനോഹരം വീടില്ലാത്തൊരു ഭവനത്തിന് മനോഹരമായിട്ടുള്ളൊരു സ്നേഹപാനം ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷം ഉള്ള ഒരു കാര്യമാണ്. ഒരുപക്ഷെ എന്നോട് കാണിക്കുന്ന ഏറ്റവും വലിയ സ്നേഹവും ഔദാര്യവുമായിട്ട് ഞാൻ കാണുകയാണ്. അപ്പോൾ ഈ ജൂബിലി ആഘോഷ കമ്മിറ്റിക്കും അതുമായിട്ട് സഹകരിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയും അതുപോലെ ആ ഒരു കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജൂബിലി ആഘോഷ കമ്മിറ്റി ഞാൻ ഓരോരുത്തരും പേരെടുത്ത് പറയുന്നത് 20 പേരുണ്ട് പറയാൻ പോയി കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ ചെയർമാൻ മുതൽ എല്ലാ വ്യക്തികളെയും അവരുടെ കഠിനമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇന്നിവിടെ കണ്ട എല്ലാ കാര്യങ്ങളും. ഇവിടെ എല്ലാ ഡെക്കറേഷൻ ഒരുക്കങ്ങളും അതുപോലെ ഈ ഹോളും ഇതുപോലെ ഇതിനോടനുബന്ധിച്ചുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും വളരെ ക്രമമായിട്ടുള്ള പ്രവർത്തനം, അതുപോലെ വളരെ സ്നേഹത്തോടെ അവരെ നമ്മൾ ചിന്തിക്കുക. ഒരു വൈദികന് വേണ്ടി ഒരു നാട് മുഴുവനും അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും പൈസ ചെലവഴിക്കുകയും ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള ചെലവുകളൊക്കെ നൽകിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ നല്ലവരായിട്ടുള്ള വ്യക്തികളും അതുപോലെ കുടുംബങ്ങളും ഒക്കെയാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് ഉചിതമെന്ന് തോന്നുന്നത് കൊണ്ട് അവർ ഇങ്ങനെയുള്ള ഒരു പരിപാടിയിലേക്ക് അവർ അതിനെ എല്ലാ രീതിയിലും സഹകരിച്ച വ്യക്തികളാണ്. അപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള ഓരോ വ്യക്തികളെയും നന്ദിയോടെ ഓർക്ക്. രാജൻ സാറുണ്ട്, ഏത് പരിപാടിയിലും സാറിൻ്റെ സ്വരമാണ്, വളരെ മനോഹരമായിട്ടുള്ള സ്വരമാണ്. ആ സ്വരം കേൾക്കുമ്പോൾ ഏറ്റുപോകുന്നവനും തിരിച്ചു വന്നിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള നമ്മുടെ ദേവാലയത്തിൽ എല്ലാ ഞായറാഴ്ചയും മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളെ കൂടുതൽ മധുരമാക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. അസുഖത്തിൻ്റെ പനിയൊക്കെ ഉണ്ടെങ്കിൽ പോലും മുഴുവൻ സമയം ഇവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഈ കാലങ്ങളിലൊക്കെ ഞങ്ങൾ തമ്മിൽ വളരെ നല്ല ഒരു സുഹൃത്ത് ബന്ധം, ഒരിക്കൽ പോലും മുഖം മുറിഞ്ഞ് അല്ലെങ്കിൽ ഒരു വിഷമത്തിൻ്റെ ഒരു വാക്ക് സംസാരിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പിലോ ചേച്ചിയുണ്ട് അപ്പുറത്ത്, ഇങ്ങോട്ട് പോകുമ്പോൾ ജോണി ചേട്ടനോട് ഇങ്ങനെ ജോസുണ്ട്, ഇങ്ങനെ ഓരോരുത്തരും അവരെല്ലാവരും ഈ നാടിൽ എനിക്കുള്ള ശക്തി എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങൾ നൽകുന്ന ആ ഒരു കരുതലും സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഏത് കാര്യം ചെയ്യുവാനായിട്ടും നിങ്ങൾ കൂടെ നിന്നതുകൊണ്ട് മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുക. ഇതിൽ വളരെ വിശിഷ്ടരായിട്ടുള്ള വ്യക്തികളുണ്ട്, വളരെ കഴിവുള്ളവരുണ്ട്, രാഷ്ട്രീയ രംഗത്തെ പ്രബുദ്ധരായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, പഞ്ചായത്ത്, ഇവരെല്ലാവരും കൂടിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുക. അപ്പോൾ ഒരു നാട്ടിലെ ഇതുപോലുള്ള രാഷ്ട്രീയക്കാരും അതുപോലെ മത വ്യത്യാസങ്ങളില്ലാതെ എല്ലാ മതക്കാരും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു ആഘോഷമാണ് ഈ ആദരവ്. ഞാൻ എല്ലാവരെയും ഒറ്റ വാക്കിൽ ഇതിനു വേണ്ടി ബുദ്ധിമുട്ട് ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എല്ലാവരെയും ഇവിടെ ഇതിനു വേണ്ടി നേതൃത്വം എടുത്ത എല്ലാവരും, രാഷ്ട്രീയത്തിലെ എല്ലാ പ്രമുഖരായ വ്യക്തികൾ, ഇവിടെ ആയിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, വേദിയിലായിരിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാരും, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരും എന്നെ വളർത്തിയവരുമായ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ എന്നോട് കാണിച്ച ഈ ആദരവ് ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഈ നാട് നൽകുന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുക. ഒരുപക്ഷെ സഭയിൽ വളരെയധികം വൈദികർക്ക് അല്ലെ വളരെ ചുരുക്കം മാത്രം കിട്ടുന്ന ഒരു അവസരമാണ് ഈ ജനങ്ങളുടെ ആദരവെന്ന് പറയുക. ഞങ്ങളുടെ ജൂബിലി എന്നൊക്കെ പറയുന്ന ഞങ്ങളുടെ ഹൗസിൽ അല്ലെ സ്ഥാപനത്തിൽ അവിടെ അവസാനിക്കുന്ന പറയുന്നത്, അതിൻ്റെ പുറത്തേക്ക് സാധനം പോകാറില്ല. പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് നിങ്ങൾ നാടിൻ്റെ ഒരു ആഘോഷമാക്കി നിങ്ങൾ മാറ്റി അതിനുവേണ്ടി ബുദ്ധിമുട്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടിയും
അഭിമാനത്തോടു കൂടിയുമാണ് ഞങ്ങളെല്ലാവരും ഈ വേദിയിലിരിക്കുന്നത്. കാരണം ഒരു മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരു വൈദികന് പൊതുപ്രവർത്തകരെന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് നൽകുവാൻ കഴിയുന്ന ഒരു കാര്യം എന്നുള്ളത് ഈ ആദരവ് മാത്രമാണ്, നല്ല വാക്കുകൾ മാത്രമാണ്. ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം 25 വർഷക്കാലത്തോളം ഇവിടെ ബഹുമാനീയനായ മന്ത്രി സൂചിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ പേര് ജോബി കോഴിക്കോട് എന്നുള്ളതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പേരിനൊപ്പം ചേർക്കേണ്ടുന്ന പേര് ശരിക്കും കൂരമ്മാവ് തന്നെയാണ്. കാര്യം അദ്ദേഹം കൂരമ്മാവുകാരൻ തന്നെയായിരുന്നു. ജോബി അച്ഛൻ അറിയാത്ത ഒരു കൂരമ്മാവാരുമില്ല. എനിക്ക് വളരെയധികം ഒരു സ്പർശിയായി തോന്നിയ ഒരു പ്രസംഗം എന്ന് പറയുന്നത് ജമാലിക്ക സംസാരിച്ചപ്പോഴായിരുന്നു. കാര്യം ഞങ്ങളെ എല്ലാവരുടെയും അനുഭവങ്ങളാണ്. പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ, ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, ജനങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുവാനായിട്ട് ഒരുപക്ഷെ സാധിച്ചെന്ന് വരില്ല. പക്ഷെ ഞങ്ങൾ നിസ്സഹായരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് കൈത്താങ്ങുമായി വരുന്ന ദൈവതുല്യരായിട്ടുള്ള മനുഷ്യരാണ് ജോബി അച്ഛനെ പോലുള്ള മഹത് വ്യക്തിത്വങ്ങൾ. ഒരുപാട് അവസരങ്ങളിൽ ജോബി അച്ഛൻ്റെ ആ ഒരു കരുണ, കാര്യം ജോബി അച്ഛൻ പ്രത്യേകിച്ച് നമ്മളോടൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് നോ എന്ന് പറയാറില്ല. ഇതേവരെയും ചോദിച്ച കാര്യങ്ങൾക്ക് ഞാൻ അതിനു വേണ്ടി ശ്രമിക്കാം, പക്ഷേ അദ്ദേഹം അത് ശ്രമിച്ചിരിക്കും, നടത്തി തന്നിരിക്കും. അത് എത്ര വലിയ കാര്യമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം അറിയാം. ഒരു ലാളിത്യം നിറഞ്ഞ ഒരു സ്വഭാവമാണ്. അദ്ദേഹം ദേഷ്യപ്പെടുന്നതൊന്നും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഏതൊരവസരത്തിൽ ഞാൻ ആദ്യമായിട്ട് ജോബി അച്ഛനെ പരിചയപ്പെടുന്നത് ഞാൻ KSUവിൻ്റെ താലൂക്ക് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് സംസ്ഥാന KSU കമ്മിറ്റി ഒരു പഠിപ്പ് മുടക്ക് പ്രഖ്യാപിച്ചു. അപ്പോൾ ഞങ്ങളന്ന് പിള്ളേരാണ്, ഞങ്ങളെല്ലാവരും കൂടി ക്ലാസ് മുടക്കുന്നതിന് വേണ്ടിയിട്ട് ചെന്നേക്കാണ്. സാധാരണ രീതിയിൽ KSUവിൻ്റെ പഠിപ്പ് മുടക്കുന്നതായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസ് എല്ലാവരും സ്കൂൾ ഓപ്പൺ ചെയ്തിടും. എന്നിട്ട് പോലീസിനെ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിക്കോളൂ. അതുകൊണ്ട് പൊതുവെ സ്കൂളൊന്നും നടക്കാറില്ല KSUവിൻ്റെ പഠിപ്പ് മുടക്കിൽ. അപ്പോൾ ഞാൻ ജോബി അച്ഛൻ്റെ അടുത്ത് ഞങ്ങളൊരു 5-6 പേര് ചെന്നേക്കാണ്. അപ്പം ഞങ്ങൾ കുറച്ച് ഗട്ട്സൊക്കെ പിടിച്ച് കുറച്ച് കഠിനമായിട്ടുള്ളൊരു വോയിസിലൊക്കെ പറയണമല്ലോ, അച്ഛാ സ്കൂൾ അടയ്ക്കണം, അല്ല ITA അടയ്ക്കണം, പഠിപ്പ് മുടക്ക് പ്രഖ്യാപിച്ചേക്കണമെന്നാണ്. അപ്പോൾ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞ്, അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു വൈദികൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ മേധാവി ഞങ്ങളോട് അത് ഒരു 15 മിനിറ്റ് എനിക്കൊന്ന് തരാമോ, ഞാൻ 15 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ ഒരു പരീക്ഷ ഇവിടെ എന്തൊരു ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ 15 മിനിറ്റിനുള്ളിൽ ഞാൻ ഇവരെയൊക്കെ വിട്ടേക്കാം. അപ്പോൾ ഈ സമരം നടത്താൻ വന്ന പിള്ളേരൊക്കെ ഞെട്ടിപ്പോയി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ SNGസ്റ്റിലും മാലിങ്കർ SNMലും എല്ലായിടത്തും ഓരോ ബാച്ചായിട്ട് പോയേക്കാണ്. അതിൽ പോയ പകുതി മുക്കാൽ പിള്ളേരും അറസ്റ്റ് ചെയ്യപ്പെട്ട് ഈ പറഞ്ഞ പോലെ പഠിപ്പ് മുടക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് വിജയിപ്പിക്കാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷെ കൂനമ്മാവിൽ ഒരു സ്ഥാപനത്തിൽ അച്ഛൻ വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി വന്നു. അതേ പിന്നെ ഞങ്ങൾക്ക് ഒരു തിരിച്ചറിവുണ്ടായി, പഠിപ്പ് അങ്ങനെ മുടക്കാനായിട്ട് പാടില്ല, പിള്ളേർ പഠിക്കട്ടെ. അതിനുശേഷം ഈ പഠിപ്പ് മുടക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതേവരെ ഈ ഒരു കാലം വരെ അച്ഛനറിയാം ഞങ്ങളൊരു പഠിപ്പ് മുടക്കിന് വേണ്ടിയിട്ട് അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ടില്ല. കാര്യം അച്ഛൻ നൽകിയ ആ മറുപടി എല്ലാവർക്കും ഉള്ളൊരു ഉത്തരമായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമരം ചെയ്യാൻ വരുന്നവരുടെ അടുത്ത് പോലും അച്ഛൻ കാണിക്കുന്ന ഒരു ലാളിത്യപരമായിട്ടുള്ള ഒരു മറുപടി. അതിനുശേഷം ഈ ഒരു കാലഘട്ടം വരെ അച്ഛനുമായിട്ട് വളരെ വ്യക്തിപരമായിട്ട്, ഞാനൊരു ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് വളരെ ജൂനിയറായിട്ടുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേയധികം പരിചയങ്ങളുടെ എല്ലാം ആവശ്യമുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അച്ഛൻ ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകി. ആ മെമ്പറായതിനു ശേഷം ഞങ്ങളെല്ലാവരും ഇപ്പോൾ മെമ്പർ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ സീനിയേഴ്സിനെ നോക്കി പഠിക്കും. ഇപ്പോൾ ഞങ്ങൾക്കും മേലെയുള്ള ഉന്നത സ്ഥാനീയരായിട്ടുള്ള നേതാക്കൾ, പൊതുരംഗത്തുള്ളവരെയെല്ലാം ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരിക്കുന്ന ഒരു പാഠപുസ്തകം തന്നെയാണ് നമ്മുടെ ജോബി അച്ഛൻ. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പെരുമാറ്റവും സാമൂഹിക രംഗത്തെ ആ ഇടപെടലുകളും, അതുകൊണ്ട് തന്നെയാണ് ജോബി അച്ഛൻ്റെ ഈ ജൂബിലി വന്നെന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും
അച്ഛൻ്റെ ഒരു നിർദ്ദേശം പോലും ഇല്ലാതെ ഞങ്ങളങ്ങോട്ട് മുന്നിട്ടിറങ്ങി. അച്ഛൻ അതിനു വേണ്ടുന്ന എല്ലാ പിന്തുണകളും ഞങ്ങൾക്ക് തന്നു. ഇപ്പോൾ ഒരു 6 മാസക്കാലം മുൻപ് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ രൂപീകരിച്ച ഒരു KT ജോർജ് ഫൗണ്ടേഷൻ, ബഹുമാനപ്പെട്ട രാജൻ ആന്റണി സാറിനെ എല്ലാം ആദരിക്കുവാനായിട്ടുള്ള ഒരു അവസരം ഞങ്ങൾക്കന്ന് ലഭിച്ചതാണ്. അപ്പോൾ ആ ഒരു വേദിയിൽ വെച്ചിട്ട് ജോബി അച്ഛനെയും ഈ ആദ്യമായിട്ട് ഈ പൗരോഹിത്യത്തിൻ്റെ ഒരു ജൂബിലിയുടെ ആദ്യം മദർ ഫൗണ്ടേഷൻ ആദരിച്ചു അല്ലേ അച്ഛൻ, അതിനുശേഷം ഞങ്ങൾക്കും വലിയൊരു വേദിയിൽ അച്ഛനെ ആദരിക്കുവാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഇന്നാണ് നമ്മുടെ പൗരാവലിയുടെ നേതൃത്വത്തിൽ വിപുലമായിട്ടുള്ള അച്ഛൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു വലിയ ഒരു അംഗീകാരം നൽകുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. കുറേയധികം ദിവസത്തെ പ്രവർത്തനങ്ങളാണ് അച്ഛനോട് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ആളുകളുടെ അകമഴിഞ്ഞ ഒരു സഹായം കൊണ്ടിട്ടാണ് നമ്മൾക്ക് വളരെ മികച്ച രീതിയിൽ ഈ പരിപാടി ഇവിടെ നടത്തുവാനായിട്ട് സാധിച്ചത്. ഒരുപാട് ആളുകൾ ഇപ്പോൾ ജോബി അച്ഛൻ്റെ ഈ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ചെയർമാൻ യേശുദാസ് ഏട്ടൻ, അദ്ദേഹം ഇതിൻ്റെ ആദ്യാവസാനം ഏറ്റവും മികച്ച രീതിയിൽ ഈ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹമാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ ചടങ്ങിന് എല്ലാ പരിപാടികൾക്കും നേതൃത്വം കൊടുത്തിട്ടുള്ള ബഹുമാനപ്പെട്ട ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ യേശുദാസ് പറപ്പള്ളിക്ക് എല്ലാവിധത്തിലുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ മേയർ സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ അനിൽകുമാർ ഏട്ടൻ സൂചിപ്പിച്ചതുപോലെ എറണാകുളം ജില്ലയിൽ ഒരുമാതിരിപ്പെട്ട നേതാക്കളെല്ലാം ഇവിടെ എത്തിച്ചേർന്നു. ബഹുമാനപ്പെട്ട മന്ത്രി വന്നു, ബഹുമാനീയനായിട്ടുള്ള കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വന്നു, ബഹുമാനപ്പെട്ട MP വന്നു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മേയർ, സമുന്നതരായിട്ടുള്ള വൈദികർ, നമ്മുടെ രാജഗിരിയുടെ പ്രിൻസിപ്പൽ അടക്കമുള്ളവർ നമ്മുടെ വേദിയിലുണ്ട്, രാജൻ ആന്റണി സാറുണ്ട്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം എത്തിച്ചേർന്ന് നമ്മളുടെ ഈ പരിപാടി വലിയ ഒരു വിജയം തന്നെയാക്കി തീർത്തു. അപ്പോൾ എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് വേദിയിലിരിക്കുന്നവർക്കും സദസ്സിലിരിക്കുന്നവർക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.